عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. تأخر بعد الرسل وهو مقدم فضد بضد حير القلب واللب ويمرضني ذكراه طورا وتارة يمرضني هذا كأحوال من حبا تصير جبالي هيبة من جلاله إذا لاح دكا فلتصل مغرما صبا يلومونني جهلا وأيقنت أن من تجرع من عشار ما ذقته صبا على أنني راض بأن قيل جاهل سفيه وإن قالوا فتبا له تبا وإن كنت تصفو إذا كنت تصفو لي وجنبك صالح فقد طافئت معه قدوا كلهم حربا رضيت به طول الزمان ودينه ربي إلهي قد رضيت به ربا فحسبي إلهي لم أر النفع غيره ولا غيره أخشى فحسبي به حسبا عليه صلاة الحق في كل لحظة وتشمال أزواجا وتستغرب صحبا. تأخر പുണ്യ റസൂൽ പിന്തിയാണ് വന്നത്. ബഅദ റസൂലി എല്ലാ മുർസലീങ്ങൾക്ക് ശേഷവും. വഹുവ യത്രത്തിൽ അവിടുന്ന് മുഖദ്ദമുൻ മുന്തിക്കപ്പെട്ട ആളുമാണ്. ഫളിദ്ദുൻ ബിളിദ്ദിൻ ഇത് വിപരീതം കൊണ്ടുള്ള വിപരീതമാണ്. എന്തുകൊണ്ട്? ഒരാൾ മുതഅഖിറാണെങ്കിൽ അയാൾ മുതഖദ്ദിമാകാൻ പാടില്ല. ഒരാൾ മുതഖദ്ദിമാണെങ്കിൽ അയാൾ മുതഅഖിറുമാകാൻ പാടില്ല. ഹയ്യറ ഈ വസ്തുത പരിഭ്രമിപ്പിച്ചിട്ടുണ്ട്. അൽ ഖൽബ ഹൃദയത്തെയും വല്ലുബ്ബ അകക്കാമ്പിനെയും റൂഹിനെയും ഹൃദയത്തെയും ഒക്കെ പരിഭ്രമിപ്പിച്ച വസ്തുതയാണിത്. പുണ്യ റസൂൽ മുഖദ്ദമുമാണ്, മുഅഖറുമാണ്. ബാത്തിനിൽ അവിടുന്ന് മുഖദ്ദമാണ്, എന്നാൽ ലാഹിറിൽ അവിടുന്ന് മുഅഖറാണ് എന്ന നിലക്ക് തഅ്വീൽ ചെയ്യാം. അതായത് അടിസ്ഥാനമായി എല്ലാത്തിൻ്റെയും ആധാരമായ മുഖദ്ദമാണ് മുഹമ്മദ്. അർ-റഹ്മത്തുൽ ഊല ആദ്യത്തെ റഹ്മത്താണ് മുഹമ്മദ്. അർ-റഹ്മത്തുൽ മുഖദ്ദമ മുന്തിക്കപ്പെട്ട റഹ്മത്താണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അതാകട്ടെ അത് ലോഹറിൽ ബത്തനിൽ അങ്ങനെയാണ്. ലോഹറിലോ പുറത്തേക്ക് വന്നപ്പോൾ അത് പിന്നെയാണ് കാണിക്കപ്പെട്ടത്. എന്നാൽ അതിൽ നിന്ന് എടുത്തു പോരായിരുന്നു എല്ലാവരും. എല്ലാം ആ അളിവിൽ നിന്നാണ് അള്ളാഹു തുല്യതയില്ലാത്ത അർശിനെ പടച്ചത്. പുണ്യ റസൂലിന് പിന്നെ കുർസിയും പിന്നെ ലോഹും പിന്നെ കലമും എല്ലാം ഒരു പണ്ഡിത വിദ്യാർത്ഥി ഇതുപോലത്തെ ഒരു പരാമർശം നടത്തിയിട്ട് ഈ കഴിഞ്ഞ ദിവസം എന്നോട് എഴുതി ചോദിച്ചു മൊബൈലിൽ, എന്നിട്ടത് സത്യം തന്നെയാണോ? അർശിനെക്കാളും നബിയാണോ പ്രധാനി? അങ്ങനെ ചോദിക്കേണ്ടി വരുന്നത് പുതിയ കാലത്തെ വിദ്യാഭ്യാസത്തിനുള്ള ആത്മീയമായ അപര്യാപ്തതയാണ്. പഴയ കാലത്ത് അത് ഒന്നാമതായി കിട്ടും. അർശ് അല്ലാഹുവോ ഖൽഖോ? എന്താണ് അർശ്? ഖൽഖാണെങ്കിൽ അഷ്റഫുൽ ഖൽഖാകുമ്പോൾ ഇനിയെന്താ കൂടുതൽ? ഒന്നും പറയണ്ട. അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദ് അല്ലേ? അപ്പോൾ അർശിനേക്കാൾ അഷ്റഫായ ആൾ ആരാകണ്ടേ? മുഹമ്മദ്. എന്തിനാണ് ആലോചിക്കുന്നത്? കുർസി, ലോഹ്, കലം, എന്തും ഒരാൾ കഅബ പൊളിക്കുന്നതും ഒരാൾ പുണ്യ റസൂലിനെ വിശ്വസിച്ച ഒരു മുഅ്മിനാകുന്നതും അള്ളാഹുവിനെ ഏറ്റവും മുഅ്മിനായ മനുഷ്യനെ ഒരാൾ ഭയപ്പെടുത്തുന്നത് നോക്കിയാൽ അള്ളാഹുവിന് ഏറ്റവും ദേഷ്യം ഒരു മുഅ്മിനെ ഭയപ്പെടുത്തുന്നത്. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല യൗമ ലാ യുഖ്സില്ലാഹു നബിയ്യ വല്ലദീന ആമനൂ മഅ, ഒരിക്കലും നബിയെയും നബിയുടെ കൂടെയുള്ളവരെയും അല്ലാഹു
ഒരിക്കലും ആ ദിവസം നിസ്സാരപ്പെടുത്തുകയില്ല. ഒരു ദിവസം ആ ദിവസം നിസ്സാരപ്പെടുത്തില്ല പറഞ്ഞാൽ ഇന്നും നിസ്സാരപ്പെടുത്തേണ്ടതെന്നല്ല, അന്നത് ബോധ്യപ്പെടും. ഇന്നും നിസ്സാരപ്പെടുത്തൂല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മേലെ ഇനി ഒരാളുമില്ല, ജല്ല ജലാലായ സുബ്ഹാൻ മാത്രം, ഒന്നുമില്ല. ഇതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. അഹ്ലുസുന്നയുടെ വിശ്വാസം മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് വലിയ ദുരന്താണെന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അഹ്ലുസുന്നയുടെ വിശ്വാസം മനസ്സിലാക്കാൻ കഴിയില്ല. അതൊരു മധ്യമായ വിശ്വാസം, ഒരു മധ്യമായ വിശ്വാസവുമാണ്, വളരെ മഹത്തായ വിശ്വാസവും. അഹ്ലുസുന്ന ശ്വാസം പോലത്തെ ഒരു ഖൈറുൽ ഉമൂരി ഔസത്തുഹ എന്നൊരു വിശ്വാസം ലോകത്തില്ല. അത് വല്ലാത്തൊരു വിശ്വാസം. ഒരു താരം പറയാം, ഒറ്റ താരം. അഹ്ലുൽ ബൈത്ത് തെറ്റ് ചെയ്യില്ല എന്നാണ് ഷിയ വിശ്വാസം. തെറ്റവരും സംഭവിക്കൂല എന്നാണ്. അഹ്ലുൽ ബൈത്താണോ തെറ്റ് ചെയ്യൂല, അവന് തെറ്റ് സംഭവിക്കൂല, അത് തെറ്റായി എഴുതപ്പെടൂല. ഇതൊക്കെയാണ് വിശ്വാസം. ആരുടെ? ഷിയ വിശ്വാസം. അതേ സമയത്ത് അഹ്ലുൽ ബൈത്ത് നമ്മെപ്പോലെ സാധാരണക്കാരാണെന്നാണ് വഹാബി വിശ്വാസം. അഹ്ലുസുന്ന വിശ്വാസം രണ്ടിന് നടുവില്ല. അതായത് പറയും എന്താ അഹ്ലുസുന്ന വിശ്വാസം? അവരിൽ നിന്നും തെറ്റ് സംഭവിക്കാം, എന്നാൽ ഒരിക്കലും അവർ നമ്മെപ്പോലെ സാധാരണക്കാരല്ല. അത് മുസ്തഫ നബിയുടെ ഉസ്റത്താണത്. അവർ അഹ്ലുൽ ബൈത്താണ്. അവർ നമ്മെപ്പോലെയല്ല. തെറ്റ് സംഭവിക്കാം, തെറ്റവരെന്ന് കണ്ടാൽ അവരെ പിൻപറ്റേണ്ടതില്ല. ആ തെറ്റിൽ അത് അവരെ നിന്ദിക്കാനും പാടില്ല. തെറ്റിനെ വിമർശിക്കാം. ഇതാണ് അഹ്ലുസുന്ന വിശ്വാസം. അപ്പം രണ്ടിന് നടുവില സുന്നി ഖൈറുൽ ഉമൂരി ഔസത്തുഹ. അവരിന്ന് തെറ്റേ സംഭവിക്കൂല. ഇത് ഷിയ വിശ്വാസം. അവരിന്ന് അഹ്ലുൽ ബൈത്തിൽ നിന്ന് തെറ്റ് തന്നെ സംഭവിക്കും. ഇസ്മത്തുണ്ട് അവർക്ക്. അവരിന് തെറ്റ് പറ്റിയാലും അത് എഴുതപ്പെടില്ല. എന്തുകൊണ്ട്? അവർ അഹ്ലുൽ ബൈത്താണ്. പ്രത്യക്ഷത്തിൽ നമ്മളിൽ പോലത്തെ തെറ്റുകൾ ഒക്കെ അവർ വന്നേക്കാം, അത് തെറ്റായി എഴുതപ്പെടില്ല. എന്തുകൊണ്ട്? അവർ അഹ്ലുൽ ബൈത്താണല്ലോ, തെറ്റെഴുതപ്പെടില്ല. ഇതാണ് ആരുടെ വിശ്വാസം? ഷിയ. അവർ സാധാരണക്കാരെ പോലത്തെ സാധാരണക്കാർ തന്നെയാണ്. ഒരാൾ അഹ്ലുൽ ബൈത്ത് ആയതുകൊണ്ട് എന്താ പ്രത്യേകിച്ച് കാര്യം എന്നൊരു വഹാബി പ്രഭാഷകൻ ഈ കഴിഞ്ഞ ചില കൊല്ലങ്ങളിൽ ചോദിച്ചത് സോഷ്യൽ മീഡിയ വഴി ഞാൻ കേട്ടു. അത് അവരുടെ വിശ്വാസമാണ്. ഒരാൾ അഹ്ലുൽ ബൈത്ത് ആയതുകൊണ്ട് പ്രത്യേക കാര്യമൊന്നും ഇല്ല. ഇത് വഹാബി വിശ്വാസം. സുന്നി അങ്ങനെയല്ല. സുന്നി അവർ സാധാരണക്കാരല്ല. എന്നാൽ അവർക്ക് ഇസ്മത്തുണ്ടോ? അതില്ല. അവർ പാപ സുരക്ഷിതരാണോ? അല്ല. പാപം അവർക്കുണ്ടാവും, അള്ളാഹു പുറത്തെടുത്താൽ രക്ഷപ്പെടും. പക്ഷെ അവരാരല്ല? നമ്മെപ്പോലെ പുറത്തിങ്ങനെ തോളിട്ട് കയ്യിൽ തോൾ കൂടി കൈയിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ ആളുകളല്ല. മുഖദ്ദമീങ്ങളാണ്. എന്തുകൊണ്ട്? അവർ മുസ്തഫ റസൂലുള്ളാഹിന്റെ ചോരയാണ്. എത്ര നല്ല വിശ്വാസമാണ്! എത്ര നല്ല വിശ്വാസം! ഇതിലേക്ക് രണ്ടുക്കും സുന്നികൾ കയറും. ചിലപ്പോൾ സുന്നികൾ അവരെ കൊണ്ട് ചില കാര്യങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് ഇപ്പം എന്താ പ്രത്യേകത എന്ന് വാബി പറയും പോലെ പറയും. ഇങ്ങോട്ടിറങ്ങും. ആൾ സുന്നി തന്നെയായിരുന്നു, പക്ഷെ അവന് തെരഞ്ഞെടുപ്പിൽ MLA കടന്ന് പൂതിൻ്റെ ആയിരുന്നു. പക്ഷെ തങ്ങന്മാരൊക്കെ ആണെന്ന് നിശ്ചയിക്കേണ്ടത് ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തങ്ങന്മാർ ചീത്തറിയും, ഓലിപ്പാരാന്ന് വരും. അതേ സമയത്ത് തിരിച്ചുണ്ടാവും. ചില ലാഭങ്ങൾക്ക് വേണ്ടി അവരാണ് മഹാന്മാർ, അവർക്ക് ഒരു തിരുവായ്ക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് ചിലപ്പോൾ വാബികളും സ്വാബികളും ഇങ്ങോട്ടും പറയും. എന്തിനാ? അതും ലാഭമാണ്, ദുന്യവ്യായ ലാഭമാണ്. ഇതൊന്നുമല്ല ദീന്. ദീന് തൻഖിയ ചെയ്യണം. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? ഇതിൻ്റെ ഇടയിലാണ് എന്ത് കിടക്കണേ? ദീന് കിടക്കണേ. ഇതിൻ്റെ ഇടയിലാണ് ദീന്. എല്ലാം അങ്ങനെയാണ്, ഇതെല്ലാം അങ്ങനെയാണ്. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖദ്ദമാണ്, മുഅഖറ. മുഖദ്ദമാണ്. അല്ലാഹുവിൻ്റെ ഹബീബിൽ നിന്നല്ലാതെ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല, ഒന്നും. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ വാതിൽ മുഹമ്മദാണ്. അർശ് റഹ്മത്തോ നിഖ്മത്തോ? റഹ്മത്താണെങ്കിൽ മുഹമ്മദുൻ സബബുൽ ലിഖൽഖിഹാ. സബബുൽ ഖൽഖിഹി, ആ നിഅമത്തിൻ്റെ ആ അർശ് എന്ന ആ റഹ്മത്തിൻ്റെ ആ ഒരു അർശിൻ്റെ ഖൽഖിൻ്റെ
ഈജാദിൻ്റെ ഉണ്ടാക്കലിൻ്റെ സബബാണ് ആര്? മുഹമ്മദ്. എന്തുകൊണ്ട്? മുഹമ്മദ് അർ-റഹ്മ. ഏതാണ് അർ-റഹ്മ? അള്ളാഹുവിൽ നിന്ന് ഗൈറിലേക്ക് വിട്ടുകിടന്ന റഹ്മത്തിൻ്റെ കട്ടയാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. അതിൽ നിന്നാണ് എല്ലാം ഉണ്ടാക്കിയത്. എവിടേക്കും ഇവിടുന്ന് എടുത്തു കൊടുക്കുക ചെയ്ത്. പഴയ കാലത്തുണ്ടായിരുന്നു നീലത്തിൻ്റെ കട്ട. നീലം മുക്കും. നീലത്തിൻ്റെ കട്ട ഉണ്ടായിരുന്നു. അപ്പോൾ നീലത്തിൻ്റെ കട്ടെടുത്ത് വെള്ളത്തിലിട്ടിട്ട് കുപ്പായം മുക്കി, തുണി മുക്കി. അപ്പോഴത്തിന് എന്തായി? ആ നീലം കഴിഞ്ഞു. അടുത്ത വീണ്ടും എടുക്കും. എന്നിട്ട് ഉമ്മാൻ്റെ കുപ്പായം, പാപ്പാൻ്റെ കുപ്പായം, ലങ്കോട്ടി, ഇതൊക്കെ അയിമെന്നാണ് മുക്ക്. അപ്പം നീലം എന്ന മനസ്സിലായില്ലേ? നീലം മുക്കപ്പെട്ട എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാനമാണ് എന്ത്? നീലത്തിൻ്റെ കട്ട. ആ കട്ട ഉണ്ടെങ്കിലേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അതിന്ന് പൊട്ടിച്ചാണ് ഇതൊക്കെ. അർശും കുർസിയും ലൗഹും ഖലമും ഒക്കെ ഇന്ന് പൊട്ടിച്ചതാണ്. ഏതിൽ നിന്ന്? മുഹമ്മദിയ റഹ്മത്തിൽ നിന്ന്. അതാണ് സിർറു അസ്റാരില്ലാഹി, അള്ളാഹുവിൻ്റെ രഹസ്യങ്ങളുടെ രഹസ്യമാണ് മുഹമ്മദ്. നൂറു അൻവാരില്ലാഹി, അള്ളാഹുവിൻ്റെ പ്രകാശങ്ങളുടെ പ്രകാശമാണ് മുഹമ്മദ്. അതിൻ്റെ അപ്പുറഞ്ഞൊന്നുമില്ല. ഫഅൻത ബാബുല്ലാഹ്, അങ്ങയാണ് അള്ളാഹുവിൻ്റെ വാതിൽ. فأنت باب الله أي امرئ أتاه من غيرك لا يدخل. فأنت باب الله, അങ്ങാണ് അള്ളാഹുവിൻ്റെ വാതിൽ. അയ്യുംരിഇൻ, ഏതൊരു വ്യക്തി, അതാഹു. فأنت باب الله أي امرئ أتاه من غيرك لا يدخل. നിങ്ങളില്ലാതെ ഒരാൾക്ക് കയറാൻ കഴിയില്ല. അള്ളാഹു എന്നത് നമ്മുടെ റബ്ബാണ്. അവൻ സിറിൻ്റെ സിറാണ്. അതിൽ ഒരു സിറ് മാത്രം അള്ളാഹു പ്രകൃതിക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അതെന്താണെന്നറിയോ? അതെന്താ? മുഹമ്മദിലൂടെ അല്ലാതെ അള്ളാഹു തിരിയില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിയാനല്ല. അള്ളാഹിനെ തിരിയാൻ വേണ്ടി ബാക്കിയൊന്നും അള്ളാഹിനെ തിരിയില്ല. അള്ളാഹുവിനെ തിരിയാൻ വേണ്ടി, അള്ളാഹുവിലേക്ക് ഉസൂലാകാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് കിട്ടുകൊടുത്ത ഒരൊറ്റ സാധനം മുഹമ്മദ്. ആ മുഹമ്മദിയത്തിൻ്റെ കദമിൽ കിടന്നാലേ അള്ളാഹുവിലെത്തുള്ളൂ. കദമിൽ കിടക്കണം. അത് സുജൂദാവൂലേ? സുജൂദ് എൻ്റെ സുജൂദാവും, എനിക്കത് സുജൂദാവൂല. ഒരു സംഘം ആളുകൾ വന്ന് മുസ്തഫ നബിയുടെ കാൽക്കലേക്ക് വീണു. ഒന്നും പറഞ്ഞില്ല. ഒരു കാലുമ ചുംബിച്ചു. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ലക്ഷണമൊത്ത പേരക്കുട്ടികളെ കണ്ടാൽ കൈയല്ല ചുംബിക്കേണ്ടത്, കാലാണ്. ഞാൻ ഹൈദർ അലി ശിഹാബിനെ കാല് ചുംബിക്കാതെ പോരാറില്ല. ഇല്ല. തിരിഞ്ഞതിന് ശേഷം, തിരിയാക്കുന്നതിന് മുമ്പ് ഞാൻ സെറ്റിയിൽ സോഫയിൽ പോയി കുത്തിരുന്നിട്ടുണ്ട്. പിന്നെ തിരിയൽ തുടങ്ങിയതിന് ശേഷം കാലുമ ചുംബിക്കും. എന്നിട്ടാ പോരുക. തറയിലിരിക്കും. എത്ര വലിയ നല്ലെന്ന് ഉപ്പായിട്ടിട്ട് പോയാലും ഹൈദർ അലി ശിഹാബ് തങ്ങളെ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയാൽ തറയിൽ താഴെ ഇരിക്കും. അല്ലാഹുമ്മ അഷ്ഹദ്. എന്നിട്ട് കാല് രണ്ടും ഇങ്ങനെ പിടിക്കും. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയും. ചില കാര്യങ്ങൾ നടക്കാത്ത കാര്യങ്ങളാണ്. എന്നാലും ഞാൻ എനിക്ക് പറയാനുള്ളത് അവിടെ പറയും. നടക്കൂല എന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയും. എനിക്കൊരു വാപ്പയാണല്ലോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? കാലുംപിച്ചു പോരും. ഞാൻ കാലുമ്പിക്കൽ കയ്യല്ല. കയ്യ പെണ്ണുങ്ങൾ ചുംബിക്കുമല്ലോ. എൻ്റെ പെണ്ണുങ്ങളെ കൈ എനിക്ക് ചുംബിക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനാ ചോളം കെട്ടിയത്? പെണ്ണുങ്ങളെ കൈ കാലുമ്പിക്കൂല, കാലുമ്പിക്കൂല. ഇതിനപ്പുറം പറഞ്ഞ ഞങ്ങൾ ഫെമിനിസ്റ്റുകൾ എൻ്റെ മേലെ ചാടും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇതിനപ്പുറം പറയണ്ട, അതിനപ്പുറം പറയണ്ട. അതേ സമയത്ത് ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി തങ്ങളാണ് എനിക്ക് മുത്തുനബിയിലേക്കുള്ള ഒരു വാതിൽ. അവിടുത്തെ കാലല്ലാതെ ഞാൻ ചുംബിച്ചിട്ടില്ല. കാലുമല്ല, കാലിൻ്റെ കറുത്ത അടിഭാഗം അത് ചുംബിക്കും. എൻ്റെ ഷെയ്ഖിൻ്റെ കാല് ചുംബിക്കൽ. അവരത്രയും വലിയ ആളാണ്. അവർ മുസ്തഫ നബിൻ്റെ പേരക്കുട്ടി പറഞ്ഞാൽ ലക്ഷണമൊത്ത ആളാണ്. അവർക്ക് 1000-ഓളം തസ്നീഫാത്തുകളുണ്ട്. 1000-ലേറെ ഉണ്ടാവും. ഫീ കുല്ലി ഫന്നിൻ, ഹദീസിലുണ്ട്, ലുഗത്തിലുണ്ട്, എന്തൊക്കെ ഫിഖ്ഹിലുണ്ട്, എന്തിലൊക്കെ എന്ന് പറയണ്ട. അവരെ മറികടക്കുന്ന ഒരാൾ ഇന്ന് മാലിക്കി മദ്ഹബിലില്ല. അത്ര
അത്രയും വലിയ ആളാണ് എൻ്റെ വാപ്പ. ഇതിൻ്റെ വാപ്പയാണ്, ഇതിൻ്റെ വലിയ വാപ്പയാണ്, ഇത് അവരുടെ വാപ്പയാണ്. ഇബ്രാഹിം നിയാസിൽ കൗലാഖ് റളിയല്ലാഹു അൻഹു. അവരാണ് സാഹിബുൽ ഫൈള 20-ാം നൂറ്റാണ്ടിൽ. അവരെ കാണാനാണ് കൗലാഖിലേക്ക് ഫൈസൽ രാജാവ് പോയത്. അപ്പോൾ സെനഗലിലെ രാജാവ് പറഞ്ഞു കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കാം. അപ്പോൾ ഫൈസൽ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് സൗദിയിലെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കാമായിരുന്നു. എന്നിട്ട് കുഗ്രാമമായ സെനഗലിലെ കൗലഖിൽ പോയിട്ട് കണ്ടു. എനിക്ക് ദ്വാർക്കണം എന്നാണ്. അപ്പോൾ അവിടുന്ന് ചോദിച്ചു, ഞാൻ നിങ്ങൾ വഹാബിയായ നിങ്ങൾ എന്തിനാ എന്നോട് ദ്വാർക്കാൻ പറയുന്നു? ഒരാരും പേടിക്കൂല, ഒരാരും പരിഗണിക്കൂല, ഒരു കാര്യം ആവശ്യം ഉണ്ടാവില്ല. അതിൻ്റെ വല്യാപ്പയാണ്, അതിൻ്റെ വല്യാപ്പയാണ്. ഞാൻ പറഞ്ഞില്ലേ, ബ്ലാങ്ക് ചെക്ക് കോടിക്കണക്കിന് എഴുതിയെടുക്കാനുള്ള ബ്ലാങ്ക് ചെക്ക് രാജാവ് കൊടുത്തിട്ട് അത് ഹറമിൽ നിന്ന്, രാജകൊട്ടാരത്തിൽ നിന്ന് വന്ന് ഇങ്ങനെ ഹറമിൽ വന്ന് തവാഫ് ചെയ്ത് പിന്നെ ഇറങ്ങി ഇങ്ങനെ കുത്തുബഖാനെ കയറിയപ്പോൾ ഒരു കിതാബ് എടുത്തു. ബ്ലാങ്ക് ചെക്ക് കൊടുത്ത രാജാവ് എത്ര കോടി എഴുതിയെടുക്കുക, ആഫ്രിക്കയിൽ എന്ത് ദീനീ പ്രവർത്തനം നടത്താൻ നിങ്ങൾക്ക് ഉദ്ദേശിച്ച് ചെലവാക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്തും ചെയ്യാം എന്ന് പറഞ്ഞ് രാജാവ് കൊടുത്ത ചെക്കാണ്. എത്ര കോടി ഡോളറും ഏറ്റെടുക്കുക. കുത്തുബഖാനെ കയറിയപ്പോൾ ഒരു കിതാബ് നോക്കി. അപ്പോൾ വേഗം ആ കുത്തുബഖാനയിൽ ദിനത്തിന് 5 റിയാൽ എന്നാ എഴുതിക്കൊള്ളി, 5 റിയാൽ. ആ ബ്ലാങ്ക് ചെക്ക് അവിടെ 5 റിയാൽ എഴുതി കൊടുത്തു. ഒപ്പുള്ളവരെ ശ്വാസം പോയി. കാരണം എന്തുകൊണ്ട്? അവരൊക്കെ വിചാരിച്ച് ആഫ്രിക്കയിൽ കോടിക്കണക്കിന് രൂപയുടെ ദീനീ പ്രവർത്തനം നടത്താൻ പോകുകയാണെന്നാണ്. അവർക്കൊന്നും വേണ്ടി വരില്ല. അവരാരുടെ ആളാണ്? അള്ളാൻ്റെ ആളാണ്. അവർ മുഹമ്മദ് മുസ്തഫാൻ്റെ ആദി സബൂഹ عند أفضل مرسلي ومن برسول الله لم يخشج المدى تولى رسول الله أمري فلم يزل يساعدني دهرا فصرت ممجدا എന്ന് എഴുതിയത് അവർ തന്നെയാണ്. അഹാദി സബൂഹ عند أفضل مرسلي, ഞാൻ നേരം വെളുത്താൽ അഫ്ളൽ മുർസലായ മുസ്തഫ, അഫ്ളൽ റസൂലായ ഹബീബായ റസൂലുള്ളാഹിന്റെ അടുത്തേക്കാണ് സുബഹിക്ക് ആദ്യം പോകുക. സെനഗലിൽ നിന്ന്, കൗലഖിൽ നിന്ന് 8600 ചില്ലാനം കിലോമീറ്ററാണ് മദീനയിലെ റൗളയിലേക്ക്. ഞാൻ എല്ലാ ദിവസവും രാവിലെ അവിടെ പോകും. غادي الصبوح عند أفضل مرسلي ومن برسول الله لم يخشج المدى. ഒരാൾ റസൂലുള്ളാഹിനെ കൊണ്ട് തുടങ്ങുന്നുവെങ്കിൽ, റസൂലുള്ളാഹിനെ കൊണ്ട് നിലനിൽക്കുന്നുവെങ്കിൽ അവനൊരു പ്രതിസന്ധിയെയും ഭയപ്പെടേണ്ടതില്ല. തവല്ല റസൂലുള്ളാഹി അംരി ഫലം യസൽ യുസൈദുനി, റസൂലിൻ്റെ കാര്യം ഏറ്റെടുത്തു, എന്നെ സഹായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഫസിർതു മുമജ്ജദ, ഞാൻ ആരെക്കാളും സഹായം ലഭിക്കപ്പെട്ട, ഉന്നതനാക്കപ്പെട്ടു ഈ കാരണത്താൽ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് അവരുടെ മകനാണ് എൻ്റെ കയ്യിൽ പിടിച്ച്. ഞാൻ അവരെ കാലിൻ്റെ അടിയിലെ കറുത്ത സലാം ചുംബിക്കും, കാലിൻ്റെ അടി ചുംബിക്കും. എന്തുകൊണ്ട്? അവർ മുസ്തഫ നബിയുടെ ലക്ഷണമൊത്ത പേരക്കുട്ടിയാണ്. കയ്യന്മാരും പിടിക്കും, കാലും പിടിക്കും. നമുക്ക് അവരല്ലാതെ ഇല്ല. അവരെ വാപ്പയാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന രത്നക്കട്ട. അവിടുന്നാണ് ഈ ലോകമൊക്കെ പഠിച്ച്. അല്ലാതെ ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല. നിനക്ക് മുഹമ്മദിയത്ത് കിട്ടിയാൽ നിനക്കെല്ലാം തിരിയും. നിനക്ക് വേറെന്ത് പൂവിലേക്ക് നോക്കിയിട്ട് അള്ളാഹിനെ തിരിയുന്നുണ്ട്, അത് തിരിച്ചില്ലാണ്. ഇപ്പോൾ ഗോപാലനും തിരിയുമല്ലോ. നമുക്ക് പൂവും മലരും ഒക്കെ നോക്കി അള്ളാഹിനെ തിരിയുന്നതാണ്. ഇപ്പോൾ നമ്മളെ നിരീശ്വരവാദികൾക്ക് മറുപടി അറിയാൻ നടക്കണമല്ലോ പറയുന്നത്. അത് അടുത്തൊരു പൊട്ടത്തരാണ്. നിരീശ്വരവാദികൾക്ക് മറുപടി അറിയാം. ഒരു നിരീശ്വരവാദിക്ക് ഒരാൾക്ക് മറുപടി അറിയാൻ കഴിയില്ല. ഇല്ല, അവൻ്റെ കയ്യിൽ ഇലാഹിയായ പ്രത്യേകമായ മദതുണ്ടായാലല്ലാതെ. കാരണം യുക്തികൾക്കപ്പുറം യുക്തികൾ ചോദിക്കും. യുക്തിയെ ഡിപ്പെൻഡ് ചെയ്യണോന് യുക്തി കിട്ടാതെയായാൽ അവനത് ശക്കുണ്ടാക്കും. ഒരിക്കലും ഭൗതികമായ യുക്തി കൊണ്ട് യഖീൻ ഉണ്ടാവുകയേയില്ല. ഒരിക്കലും ഇമ്പോസിബിൾ. ഒരിക്കലും ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മുടെ തൊട്ടു മുമ്പുള്ള കാലത്ത്
നമ്മളിപ്പോഴത്തെ കാലത്തും വാബികൾക്ക് മറുപടി പറയുന്നുണ്ട്, പണ്ടുണ്ട്. ഇപ്പം വാബികൾക്ക് മറുപടി പറയാൻ പോകാതിരിക്കലാണ് നല്ലത്. എന്തുകൊണ്ട്? പണ്ടങ്ങനെയല്ല. പണ്ടൊരു വാബിക്ക് മറുപടി പറയാൻ പോവുകയാണെങ്കിൽ ഒന്ന് ഇടുമ്പലും പോകും. ആ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. കോഴിക്കോട് പരിസരത്താണെങ്കിൽ CM പോയി പറയും, ഞങ്ങൾ നാളെ വാദപ്രതിവാദമുണ്ട്, ഒന്ന് പോകുകയാണ്. അപ്പോൾ CM പറയും, ഞാൻ നോക്കും, പോയിക്കോ. കക്കടിപ്പുറത്തിൻ്റെ അവിടേക്ക് പോകും. ആ ഭാഗത്തുള്ളവരാണെങ്കിൽ കക്കടിപ്പുറത്തിനോട് പോയി പറയും, അല്ലെങ്കിൽ ആലുവായ ബോക്രസിലോട് പറയും, അല്ലെങ്കിൽ മലപ്പുറത്ത് ഇങ്ങോട്ട് കയറിയിട്ട് ചാപ്പനങ്ങാടി വാപ്പൂലിയോടെങ്കിലും പറയും, അല്ലെങ്കിൽ പൂക്കോയ പാപ്പാനോട് പോയി പറയും. നിങ്ങൾക്ക് മനസ്സിലായോ? എന്നിട്ടേ പോകുള്ളൂ. എന്തുകൊണ്ട്? 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 എന്തുകൊണ്ടെന്നറിയാം? ചെവിട്ടിൻ്റെ ചെപ്പിനോട് കൂടെ തൊട്ട് കിടക്കുന്ന ഒരു വെള്ളം, ആ വെള്ളം അവിടെ പറ്റിപ്പിടിച്ചപ്പോൾ അതിലെന്തിൻ്റെ സിഫത്ത് വന്നു? ചെവിട്ടിൽ വെള്ളം കയറി. ചവിട്ടിൽ എന്തുണ്ടാവും? പഠിച്ചു നമ്പുരാനെ, അള്ളാഹുവേ ഇവർക്ക് ബുദ്ധി കൊടുക്കണേ റബ്ബേ, അല്ലാ ഒരു യാസീനോദി നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടാകാൻ വേണ്ടി. ചെവിട്ടിൽ വെള്ളം കയറി, എന്നിട്ട് അവിടെ നിന്നാൽ ഈ വെള്ളത്തിൻ്റെ സ്വഭാവം എന്താവും? ഒരു തരം ചവർപ്പുള്ള കലർപ്പ്, ചെപ്പിയുമായി. ഇനി അതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് പുറത്തുനിന്ന് വെള്ളം പോണത്. ഈ വെള്ളത്തിന് നഷ്ടം വരും. എന്ത്? ആ വെള്ളം മറ്റേ ആൾ വെള്ളത്തിനെ കൂട്ടിയാൽ വരിക. അപ്പം ആ കലർപ്പ് ഇതിലേക്കും പകരും. കുറച്ചൊക്കെ അവരെടുത്തും കാര്യമുണ്ടെന്ന് പറയേണ്ടി വരും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ആ താദ്യത്തിനെ കെട്ടണത്. അതിന് ആർക്കേ കഴിയുള്ളൂ? ആരിഫീങ്ങൾക്ക്. അപ്പോൾ എന്ത് പറയും? പോയിക്കോ, ഞാൻ നോക്കും. പോയിക്കോ, ഞാൻ നോക്കും എന്നല്ലാത്തൊരു പരിപാടി ഉണ്ടാവില്ല. ഞാൻ പോയിക്കോ, ഞാൻ നോക്കും എന്ന് പറയാത്ത ഒരു പരിപാടി നടത്തില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ റമദാൻ ഈ കഴിഞ്ഞ എന്താ പറയുക, ടൗൺ ഹാളിൽ ഞാനാ പ്രസംഗിച്ചതെന്ന്? അന്തല്ലാത്തവരെ. സമ്മതം കിട്ടാതെ ഞാൻ പോയിട്ടില്ല, സമ്മതം കിട്ടാതെ ഞാൻ പറഞ്ഞിട്ടില്ല. സമ്മതമില്ലെങ്കിൽ പറയില്ല. അത് എനിക്ക് സമൂഹത്തിൽ ഉപകാരം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്തുകൊണ്ട്? ഞാൻ സമ്മതം വാങ്ങിയാൽ പറഞ്ഞു. ആരോട്? അള്ളാഹിൻ്റെ ആരിഫ്യങ്ങളോട് സമ്മതം തരണം, ഞാൻ പ്രസംഗിക്കണം. അപ്പം പറഞ്ഞ് പ്രസംഗിച്ചോ. പറയേണ്ടത് അപ്പോൾ നിൻ്റെ വായിൽ വരും. ഇത് പ്രസംഗിച്ചോ എന്ന്. അതിൻ്റെ ബാക്കിയുണ്ട്. അതിൻ്റെ ബാക്കി പറഞ്ഞാൽ നിങ്ങൾ എന്നെ ട്രോളും. നിങ്ങൾക്ക് ട്രോളാനുള്ള സാധനമാണ് വരാൻ പോണത്. ഞാൻ പറയാനില്ല, അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. എന്നോട് ഞാൻ പറഞ്ഞിട്ട് ചൊല്ലിയില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ ചൊല്ലു നീ എൻ്റെ അമാനിൽ അതെന്നോ. ഞാൻ ഒരു അലിഫ് പറയുന്നുണ്ടെങ്കിൽ നമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ പറയില്ലല്ലോ. വെള്ളിയാഴ്ച അള്ളാഹ് ദിവ്യാനുരാഗത്തിൻ്റെ സദസ്സിൽ വെള്ളം വെക്കണം, എന്നിട്ട് ആളുകൾക്ക് രക്ഷിഫ ഉണ്ടാവും. അള്ളാഹിനെ പറ്റിയല്ലേ പറയണത്. നിങ്ങളിൻ്റെ ഒരു പിന്നാലെ 100 കണക്കിന് ആഴ്ചകൾ കൂടിയിട്ട് ഒരു തുള്ളി വെള്ളം ഞാൻ അടച്ചില്ല. എന്തുകൊണ്ട്? എനിക്കതിന് സമ്മതമില്ല. പിന്നെ സമ്മതത്തിൻ്റെ ആൾ പറഞ്ഞു, ഇപ്പോൾ നിനക്കവിടെ വെള്ളം വെക്കാൻ സമ്മതമുണ്ട്, ഇനി വെള്ളം വെച്ചു. വെള്ളം വെച്ചു. എത്ര ആൾക്ക് ഷിഫുണ്ടായി? അതിൻ്റെ ഷിഫയല്ല, അത് മുസ്തഫ നബിയിലൂടെ കടന്നു വരുന്ന മുഹമ്മദിയത്തിൻ്റെ ഷിഫയ. ആ വെള്ളം കുടിച്ച ക്യാൻസർ മാറും. എനിക്കൊരു ഗുളികയില്ല. 40 വയസ്സ് മുതൽ മറ്റേ പറയാം ഷുഗറുണ്ട്. ഒരു ഗുളിക കുടിച്ചിട്ടില്ല, കുടിക്കൂല, മരിച്ചാണ് പോകും. ഗുളിക കുടിക്കില്ല, അങ്ങനത്തെ വെള്ളം കുടിക്കും. ആ വെള്ളം വയറുന്നത് ഞാൻ കുടിക്കാം. എന്തുകൊണ്ട്? അതിൻ്റെതല്ല, വേറുള്ളവരുതാ. അവർക്ക് മുസ്തഫ നബിയിൽ നിന്ന് മൗദൂനിയങ്ങളാണ്. അവർ അള്ളാഹുവിൻ്റെ ഹബീബെന്ന് സമ്മതമുള്ളവരാണ്. ഇതൊക്കെ വലിയ രഹസ്യങ്ങളാണ്. ആ രഹസ്യം കൈപ്പേറി നടന്നവരാണ് ഈ KSM മുസ്ലിയാർ. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് AP അബൂബക്കർ മുസ്ലിയാർ. ആ മനുഷ്യൻ ഹസൻ മുസ്ലിയാരോട് കൂടെ ഇങ്ങനെ സമ്മതം വാങ്ങിപ്പോയതാണ്. അതുകൊണ്ടാണ് കൊട്ടപ്പുറം വാദപ്രവാദത്തിൽ വഹാബികൾ പൊള്ളിഞ്ഞടുത്ത് അരിപ്പണായത്. അല്ലാതെ ഇൽമിൻ്റെ കഴിവോ ഹിക്മത്തിൻ്റെ കഴിവോ അല്ല. അത് മഹാന്മാരെ നോട്ടാണ്. അവിടെയാണ് മുഹമ്മദിയത്ത്. അത് മുഹമ്മദിയത്ത് പഠിച്ചാൽ കിട്ടൂല.
പഠിച്ചാൽ കിട്ടൂല. അത് അള്ളാഹുവിൻ്റെ മൗഹിബത്താണ്, അതിൻ്റെ ഇഫ്ളാലാണത്. അതിങ്ങോട്ട് ഒഴുകി വരും. അല്ല ഖൈറുണ്ടാവും. ഇപ്പം ഞാൻ പ്രസംഗം നടത്തി, അതുകൊണ്ട് ഖൈറുണ്ടായിട്ടില്ലെങ്കിൽ എന്തിനാ പ്രസംഗിക്കണം? എനിക്കേതായാലും 10 പൈസ കിട്ടിയിട്ടില്ല. മനസ്സിലായില്ല. 2 ദിവസം പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിപ്പോരുമ്പോൾ അതിൻ്റെ കമ്മിറ്റിക്കാർ ബലൊക്കെയാണ്. കമ്മിറ്റിക്കാർ ഇതൊരു കമ്മിറ്റി എന്തെങ്കിലും 10 പൈസൻ്റെ കയ്യിൽ തന്നിച്ച് നിൽക്കണോ? ഇല്ല. ഏതായാലും നിങ്ങൾ പെരീക്കല്ലേ പോകണ, കുട്ടിയൊക്കെ നിങ്ങളൊരു ലാസഞ്ചർ മുട്ടായി വാങ്ങിക്കോളി എന്ന് പറഞ്ഞാൽ ഒരു 50 പൈസൻ്റെ മുട്ടായി വാങ്ങാൻ വേണ്ടി 100 രൂപ വരെ എനിക്ക് തന്നിട്ടില്ല. ഞാൻ എൻ്റെ വണ്ടിയിൽ എണ്ണടിച്ച് എൻ്റെ ഡ്രൈവർക്ക് ശമ്പളം കൊടുത്ത് പ്രസംഗിച്ച് തിരിച്ചു വന്നു. അപ്പം നിങ്ങൾ ഖൈറുണ്ടാണല്ലോ, പൈസയോ ഇല്ല, ഖൈറും വേണ്ടേ? മറ്റേ പൈസ ഇട്ടെന്നെങ്കിലും വിചാരിക്കുക, പൈസ ഏതായാലുമില്ല. 22 പ്രഭാഷണം നടത്തിയിട്ടുണ്ട് വഹാബികൾക്കെതിരെ. 50 പൈസ ഒരു കോൽമുട്ടായി വാങ്ങി ഈമ്പാൻ ഒരാൾ എനിക്ക് തന്നിട്ടില്ല. ഇവരൊക്കെയാണ് എൻ്റെ പിന്നിലുണ്ടായിന്. ഒരു കോൽമുട്ടായി നിങ്ങൾ വാങ്ങിക്കോളി, പോകുമ്പോൾ ഏതായാലും നിങ്ങൾ അണ്ണാക്ക് പറ്റിയതല്ലേ, നിങ്ങളെ കൂളിമാടുന്ന ഒരു കോൽമുട്ടായി വാങ്ങിക്കോളി എന്ന് പറഞ്ഞാൽ 50 പൈസ ഒരാൾ തന്നിട്ടില്ല. ചീത്തയൊക്കെ കിട്ടും, നാട്ടുകാരെ മുഴുവൻ ചീത്ത കിട്ടും. പക്ഷെ ചെയ്തേ മതിയാവും. ചെയ്യാൻ എന്നോട് പറഞ്ഞാണ്, ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നോട് പറഞ്ഞാണ് ചെയ്യുക. ഞാൻ പറയപ്പെട്ടതല്ലാത്തൊരു കാര്യം ചെയ്യൂല. ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ് ഈ ഭൂലോകം മുഴുവനെതിരായാലും ഞാൻ ചെയ്യും. എന്തുകൊണ്ട്? അതിലൊരു ഖൈറുണ്ടാവും എന്നറിയും. എന്തുകൊണ്ട്? അതൊരു മുഹമ്മദീയത്തിൻ്റെ കഷ്ണം നെഞ്ചിൽ വെക്കണവരാണ് പറയുന്നത്, ഞാനല്ല. ഉറപ്പ്, യാതൊരു സംശയം വേണ്ട. ഇപ്പൊ പണ്ടത്തെ കാലത്ത് ഇതൊക്കെ ചെയ്തിരുന്ന ആളുകൾക്ക് അറിവിനേക്കാൾ ഉണ്ടായിരുന്നത് പൊരുത്താണ്. എവിടുന്ന്? മുഹമ്മദീയത്തിൽ നിന്ന്. മുഹമ്മദ് മുസ്തഫാക്കുണ്ടായത് പൊരുത്താണ്. ഇതിന് കിട്ടിയിട്ടുണ്ട്. മനസ്സിലാണ്ട് പറഞ്ഞതൊക്കെ നമ്മൾ നല്ല തല കൊടുത്ത് ചിന്തിക്കണം. അപ്പം അങ്ങനെ അതാണ് അള്ളാൻ റസൂൽ. അള്ളാൻ റസൂൽ അല്ലാത്ത ഒന്നുമില്ല. മുഹമ്മദീയത്തിൽ ഒരാൾ ലയിച്ചാൽ അവന് വിലായത്തുണ്ടാവും. നമസ്കാരം നടത്തിയാൽ അവന് നെറ്റിമൊരു ചൂട്ടുണ്ടാവും. റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തും, സ്വർഗം കിട്ടിക്കോണമെന്നില്ല. ഫവൈലുൽ മുസല്ലീൻ, ചൂട്ടുള്ള പലർക്കും നരകത്തിലെ വൈലാണെന്നാണ് പറഞ്ഞുകൊണ്ടാണ് ദി ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഖുർആൻ. അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റ് നിസ്കരിക്കുന്നവർക്ക് നരകമാണെന്നാണ്. ഫവൈലുൽ മുസല്ലീൻ പറഞ്ഞത് അങ്ങനെയാണ്. പിന്നെ നമ്മൾ ചിലർക്ക് എന്നൊക്കെ പറയും, അങ്ങനെയാണ്, ചിലർക്ക് തന്നെയാണ്. പക്ഷെ പറഞ്ഞത് അങ്ങനെ. ദി ലാസ്റ്റ് നിസ്കാരത്തിനെ പറ്റിയുള്ള, നിസ്കാരക്കാരെ പറ്റി ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫവൈലുൽ മുസല്ലീന. അതിന് ശേഷം ഒരു സൊല്ലുണ്ട്. ആ സൊല്ല സാധാരണ സൊല്ലല്ല, ഫസല്ലി ലിറബ്ബിക. അത് സാധാരണ നിസ്കാരം ഹൈഅത്ത് തന്നെ മാറി. അതെന്താ? സ്വലാത്തുൽ ഈദ, ഈദുൽ അദ്ഹ വൻഹർ. അപ്പൊ സാധാരണ നിസ്കാരത്തിൻ്റെ അവസാന നിസ്കാരം ഏതാണ്? മഅഉല്ല ഫവൈലുൽ മുസല്ലീൻ. എന്ത്? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ വഹും ഉലൈക അൽ മുനാഫിഖൂൻ. അവർ മുനാഫിഖീങ്ങളാണ്. അവർ നിസ്കരിക്കും, പക്ഷേ അവർ വലം യർള ഫീ ഖുലൂബിഹിം ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ യദ്ഖുലുൽ ഖുർമു വൽ ഹുബ്ബു അനിൻ നബിയിൽ മുസ്തഫ ഫീ ഖുലൂബിഹിം. മുസ്തഫ നബിയെ കുറിച്ചുള്ള ഓർമ്മ എന്ന അതിശക്തമായ പ്രേമം അവരുടെ ഹൃദയത്തിൽ പ്രവേശിച്ചില്ല. അതേസമയത്ത് സയ്യിദുനാ സിദ്ദീഖ്, എന്താ സിദ്ദീഖിൻ്റെ മഹത്വം? സിദ്ദീഖിൻ്റെ ഖൽബ് നിറയെ മുസ്തഫ നബിയെ കുറിച്ചുള്ള പ്രേമമാണ്. എന്ന് ചോദിച്ചപ്പോൾ അതാ മറുപടി. ഈ ലോകത്തെന്നൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാ സിദ്ദീഖ് എന്ന് ഹബീബ റസൂൽ സിദ്ദീഖിനോട് ചോദിക്കുമ്പോൾ സിദ്ദീഖ് പറയുന്നത് അന്നദുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുഖത്തേക്ക് നോക്കലാണ്. അപ്പോൾ ഓർമ്മയാണ്, ഹുബ്ബു അല്ല. ഓർമ്മ എന്ന് പറഞ്ഞാൽ ഒരു ഇങ്ങോട്ട് വീണുക. പ്രേമം കാരണം രണ്ടാളും വിഷം കുടിക്കാൻ തീരുമാനിച്ചിട്ട് ഓള് വിഷം കുടിക്കണ കണ്ടപ്പോൾ ഇങ്ങനെ ഓമ്പാഞ്ഞ്, അതിന് ഹുബ്ബ് എന്ന് പറയും, ഓർമ്മ എന്ന് അറിയില്ല. നിങ്ങളെൻ്റെ കൂടെ ഇല്ല. പ്രേമാണ് കൂടി രണ്ടാക്കും. അവസാനം വിഷം കുടിച്ച് ആകാരം തീരുമാനിച്ചു. അങ്ങനെ വിഷക്കുപ്പി കൊണ്ടുവന്നു.
ഓൾ ആദ്യം കുടിക്കുക, ഇജ്ജാദ്യം കുടിക്കുക, ഞാൻ ആദ്യം കുടിക്കുക, ഒറ്റ കുടി. അപ്പോൾ അതിന് ബാക്കിയുള്ള കുടി ആ കുപ്പിൻ്റെ ബാക്കി അവിടെ തന്നെ ചോമ്പാഞ്ഞ് ഓളവിടെ കിടന്നെത്ത്. അങ്ങനത്തെ എത്രയോ സംഭവങ്ങൾ. അത് ഹബ്ബ് എന്നതിന് പറയും, ഓർമ്മ എന്ന് പറയുക. ഓർമ്മ ആകണമെങ്കിൽ ആദ്യം ആ കുപ്പി സ്വന്തം വായിലേക്ക് വഴുത്തണം. മനസ്സിലായത്? ഇതാണ് മുസ്തഫ റസൂലിനെ പറ്റി സിദ്ദീഖിനുള്ളത്. അത് ഓർമ്മ, അത് മുഹമ്മദിയത്ത. നമസ്കാരം നോമ്പൊന്നല്ല. സിദ്ദീഖിനേക്കാൾ നിസ്കരിച്ച സിദ്ദീഖിനേക്കാൾ നിസ്കരിച്ച കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ചരിത്രത്തിലുണ്ടാവുന്നതാണ് എന്നും ഞാൻ ആലോചിക്കാറുള്ളത്. പക്ഷെ സിദ്ദീഖിനെ പോലും നിസ്കരിച്ചിട്ടുണ്ടാവില്ല. മഹബത്തിൽ വീണുപോയതാ. പിന്നെ അവിടെ റക്കാത്തിന് വേണ്ടിയിട്ടില്ല. അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ തന്നെ ഫിർദൗസും കടന്നു പോകും. അത് ഓർമ്മയാണ്. അത് മുസ്തഫ നബി ലയിച്ചതാണ്. ആര്? സയ്യിദുനാ സിദ്ദീഖ്. അള്ളാഹു അവരുടെ ഹക്കുണ്ട്. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു ഒരു ഹക്കുണ്ട്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ഷിയാക്കൾ ഒരു കാലത്തും രക്ഷപ്പെടില്ല. എന്തുകൊണ്ട്? അവർ സബ്ബവും അബൂബക്കറിനെ ആക്ഷേപിച്ചു. അലി ബിൻ അബി ത്വാലിബാണ് ആദ്യത്തെ ഭരണാധികാരിയാകേണ്ടത് എന്ന് വാദിച്ചവർ ആക്ഷേപിച്ചു. ആരെ? സയ്യിദുനാ സിദ്ദീഖിനെ. ഞാനും വലിയ അവരുടെ മകളും മുത്തി റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ പ്രേമഭാജനവുമായ മഹദിയായ ആയിഷത്ത് സിദ്ദീഖയെ അവർ എന്തൊക്കെ തോന്നിയാസം ആരംഭിച്ചു. മുനാഫിഖീങ്ങൾ അത് ഒരിക്കലും രക്ഷപ്പെടില്ല. ഷിയാക്കൾ ഒരിക്കലും രക്ഷപ്പെടാൻ പോകില്ല, വലിയൊരു ഭാഗം. എന്നാൽ അവരിൽ തന്നെ ചില ആളുകളുണ്ട് അതൊന്നും അല്ലാത്തവർ. പൊളിറ്റിക്കൽ കാരണത്താൽ ഷിയാക്കളായവരും എന്നാൽ തിയോളജിക്കലി ഷിയ വിശ്വാസം സ്വീകരിക്കാത്തവരുമുണ്ട്. അവർ രക്ഷപ്പെട്ടേക്കാം, അവരൊന്നും രക്ഷപ്പെടില്ല. എന്തുകൊണ്ട്? അബൂബക്കറിനെ ആക്ഷേപിച്ചിട്ട് ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ആ പ്രവണതയും ഇപ്പോൾ കേരളത്തിലുണ്ടായി. അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമ എന്നിവരാണ് മുസ്തഫ നബിയെ കൊന്നത് എന്ന് ഈ അടുത്ത ദിവസം ഒരു മൗലവി പ്രസംഗിച്ചു. അതിന് എത്രയോ അനുകൂല കമൻ്റ് എഴുതിയ മാപ്പിളാര്. നഊദു ബില്ലാഹ്. അള്ളാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എന്താ ഇവരൊക്കെ അവസ്ഥ? എന്താ ഈ മനുഷ്യന്മാർക്കൊക്കെ പറ്റിയേ? എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായി എന്ത് മനുഷ്യന്മാരാണ്, എന്തൊക്കെയാണ് അവർ പറയുന്നത്. അവിടുത്തെ ഓർമ്മ എന്നെ രോഗിയാക്കുകയാണ്. തോറൻ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ ആ ഓർമ്മ എൻ്റെ രോഗം സുഖപ്പെടുത്തുകയും ചെയ്യും. എന്നെ രോഗിയാക്കും. ദിക്റാഹു അവിടുത്തെ ഓർമ്മ, പുണ്യ റസൂലിനെ കുറിച്ചുള്ള ഓർമ്മ ചിലപ്പോൾ എന്നെ രോഗിയാക്കും. തൗറൻ ഒരു ഘട്ടത്തിൽ, വതാറത്തൻ ചിലപ്പോഴോ യുമരിലുനി അതെൻ്റെ രോഗത്തിൻ്റെ ഇലാജുമാവും, രോഗത്തിൻ്റെ ചികിത്സയുമാവും. ദിക്ർ തന്നെയാണ് രോഗം ഉണ്ടാക്കുക, ദിക്ർ തന്നെയാണ് രോഗം മാറ്റം ചെയ്യുക. ഇതാണ് അബൂബക്രിയത്ത്. സിദ്ദീഖുൽ അക്ബറിന്റെ കവിതയാണെന്ന രൂപത്തിൽ ചരിത്രത്തിൽ കാണാം ഈ കവിത. ഹബീബിന് രോഗം വന്നു. ഞാൻ ഹബീബിനെ സന്ദർശിച്ചു. ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ വാടിക്കിടക്കുന്ന പുണ്യ റസൂലിനെ കണ്ടപ്പോൾ എനിക്കും രോഗമായി. ഷുഫിയൽ ഹബീബു, ഹബീബിൻ്റെ രോഗം മാറിയ ഫസാറനി, ഹബീബ് എന്നെ കാണാൻ വന്നു. ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ എൻ്റെ രോഗം മാറി. അപ്പം നബിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ രോഗം ഉണ്ടായി, നബിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ രോഗം മാറി. രണ്ടുണ്ടാവും. പ്രേമം തലക്ക് പിടിച്ചവരുടെ അവസ്ഥ അത് തന്നെയാണ്. ഇതാണ് ആ വാക്യ വരി. പ്രേമം തലക്ക് പിടിച്ചാൽ പ്രേമഭാചനം കൊണ്ട് രോഗം ഉണ്ടാവും, പ്രേമഭാചനം കൊണ്ട് രോഗം മാറുകയും ചെയ്യും. പിന്നെ ഈ പറഞ്ഞ കാര്യം അഹ്വാലു മൻ ഹബ്ബ, പ്രേമം പിടിച്ച ആളുകളുടെ വ്യത്യസ്തങ്ങളായ അവസ്ഥാന്തരങ്ങളാണ്. പിന്നെ
തസീറു ജിബാലി ഹൈബതം മിൻ ജലാലിഹി ഇദാ ലാഹ ദക്കം ഫൽ തസിൽ മുഗ്റമൻ സബ്ബാ. തസീറു ജിബാലി, എൻ്റെ നഫ്സാകുന്ന എൻ്റെ നഫ്സിൻ്റെ ഭാഗങ്ങളാകുന്ന പർവ്വതങ്ങൾ ദക്കൻ പൊടി പൊടിയാകും. ഹൈബത്തം മിൻ ജലാലിഹി ഇദാ ലാഹ, ആ പുണ്യ റസൂൽ എൻ്റെ കണ്ണിൻ്റെ നേർപ്പാട്ടേക്ക് വന്നാൽ ആ ജലാലിയത്തിൻ്റെ ഹൈബത്ത് കാരണം, യാ അല്ലാഹ്, ആ പർവ്വതം തകർന്നത് അള്ളാഹുവിൻ്റെ ജലാലിയത്ത് കൊണ്ടാണെങ്കിൽ ഞാനാകുന്ന പർവ്വതം തകർന്നാണ്, എൻ്റെ നഫ്സ് തകർന്നാണ് വീഴാറുണ്ട് ചിലപ്പോൾ നബിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ. ഈ ആയത്ത് ഇതൊരു ഘട്ട. ഇവിടെ അള്ളാഹു അല്ല ലാഹ, പിന്നെ ആരാ ലാഹ? വെളിവായി. ആരാ വെളിവായത്? മുസ്തഫാ നബി. മുസ്തഫാ നബി ചിലപ്പോൾ എൻ്റെ നേരിക്കണ് വരും, അപ്പം ഞാനങ്ങോട്ട് പൊടിഞ്ഞാണില്ലാതെ. ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്ക വഖറ മൂസ സ്വഇഖ, അങ്ങനെ പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു വേറൊരു വെർഷനാണിത്. ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബൽ, ആ പർവ്വതത്തിലേക്ക് അള്ളാഹുവിൻ്റെ നൂറു തജല്ലി വന്നപ്പോൾ ജഅലഹു ദക്കൻ, ആ നൂറു തജല്ലി ആ പർവ്വതത്തെ പൊടി 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 പൊടിയാക്കി. വഖറ മൂസ സ്വഇഖ, മൂസ അവിടെ തളർന്നു ബോധരഹിതനായി വീഴുകയും ചെയ്തു. ധന്യൻ്റെ അവസ്ഥ. അവിടെ അള്ളയാണെങ്കിൽ ഇവിടെ റസൂല. നോക്ക് 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 നോക്ക്. തസീറു ജിബാലി, എൻ്റെ പർവ്വതങ്ങളായിത്തീരും. ദക്കൻ എന്നതാണ് എന്ത് ഖബർ. തസീറുവിൻ്റെ സാറിൻ്റെ ഇസ്മാണ് ജിബാലി, ദക്കൻ. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കയറിയതാണ് കവിതയാവുമ്പോൾ ഹൈബത്തം മിൻ ജലാലിഹി ഇദാ ലാഹ. ഇദാ ലാഹ, നബി വെളിവായി കഴിഞ്ഞാൽ നബി ചിലപ്പോൾ എൻ്റെ നേർക്കാട്ടിലുണ്ട് വെളിവാവും. അപ്പോൾ ആ ഇദാ ലാഹ വെളിവായി കഴിഞ്ഞാൽ പൊടി പൊടിയാകും എൻ്റെ നഫ്സ്. എന്തുകൊണ്ട്? ഹൈബത്തം മിൻ ജലാലിഹി, ആ ജലാലിയത്തിൻ്റെ ഹനോട് അത് കണ്ട ഹൈബത്ത് കാരണം അത് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയില്ല. നബിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ വീണും. നബിയെ കാണേണ്ടതുപോലെ കണ്ട അപ്പോൾ വീണു. ജലാലിയത്ത് കാരണം സഹാബികൾ ഭൂരിപക്ഷം നബിയെ നോക്കൂല. ولو طلبت أن أصفه ما أتقت لأني ما ملأت نظري إليه إجلالا وتعظيما എന്ന് പറഞ്ഞത് സയ്യിദുനാ അനസ്. ആ മുഖത്തേക്ക് പോക്ക്, ആ മുഖത്തിൻ്റെ ഭംഗി പറയാൻ പറഞ്ഞാൽ കഴിയൂല. ഞാൻ 10 കൊല്ലം അടുത്തിരുന്നിട്ട് മുഖത്തേക്ക് നോക്കിയിട്ടില്ല. ഹൈബത്തും മിൻ ജലാലി, യാ സുബ്ഹാനല്ലാഹ്. ചില ആളുകളെ മുഖത്തേക്ക് നോക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. എന്തുകൊണ്ട്? അത്രയായിരിക്കും ഹൈബത്ത്. അത്രക്ക ജുലസാഉഹു, ആ ജുലസാ ഇങ്ങനെ ഇരിക്കുക. അവരെ തലയിൽ എന്തോ പക്ഷി വന്നിരിക്കുന്നുണ്ടോ തോന്നിപ്പോ. എന്താ അത്? ولو سئلت ولو طلبت أن أصفه ما أتقت لأني ما نظرت إلى وجهه إجلالا وتعظيما. 10 കൊല്ലം ഞാൻ അടുത്തിരുന്നിട്ട് മുഖത്തേക്ക് നോക്കിയിട്ടില്ല. നോക്കാൻ കഴിയൂല. നബിയുടെ മുഖം എങ്ങനെ ഉണ്ടെന്ന് ഒരാൾ എന്നോട് പറയാൻ പറഞ്ഞാൽ കഴിയൂല. എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. അതറിയണോണ്ടാണ്. അതേ സമയത്ത് ആറാബി ഒന്നാ നോക്കും, അവനറിയില്ല. അവനറിയൂല. ഇവിടുത്തെ നമ്മളെ ക്ലാസ്സിൽ ഞാൻ വേണ്ടി ഇവിടെ ഏതോ ബൈക്ക് ഇങ്ങനെ പോയപ്പം ജിഫ്രി മുത്തുക്കായത്തങ്ങൾ ഇവിടെ രാവിലെ കാറ് നിർത്തി ഇവിടെ ഇറങ്ങി എങ്കിൽപ്പിക്ക്. ഇവിടെ പണിക്ക് വരുന്ന രാമനും വന്നു എങ്കിൽപ്പിക്ക്. പണിക്ക് വരുന്ന പിന്നെ ചെടിക്ക് നനക്കും മറ്റൊക്കെ ചെയ്യണ രാമനും വന്നു സങ്കല്പിക്ക്. രാമിനെ രാവിലെ ചായ കുടിച്ച് പോന്നിട്ടുള്ളൂ, ബീഡി വലിച്ചില്ല. ബീഡി എടുത്ത് നോക്കുമ്പോൾ തീപ്പെട്ടി ഇളക്കില്ല. അപ്പം തങ്ങളോട് എന്ത് ചോദിക്കും? സിഗരറ്റ് ഉണ്ട്. ഓനു മടി ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഇത് സമസ്തന്റെ പ്രസിഡന്റ് ആണെന്നോ ഇത് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണെന്നോ ഓനറിയില്ല. ഓനവിടെ ബീഡി എത്തിക്കാൻ ചോദിക്കും. അറിയണവർക്ക് സ്വന്തം കാറിൽ നിന്ന് ഇറങ്ങാൻ തന്നെ പേടിയിരിക്കും. എന്തുകൊണ്ട്? അത്രയും വലിയ ഒരാളാണ്. സ്വഹാബികൾക്ക് റസൂലുള്ളാഹിനെ അറിയും. എവിടുന്നോ വരുന്ന അറാബികൾക്ക് അറിയില്ല.
അപ്പോൾ അവർക്കത് അറിയും. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നൂറാനിയത്ത് കൽബിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നൂറാനിയത്ത് കൽബിലിട്ട് കൊടുക്കുമ്പോഴാണ് ആ ജലാലിയത്തിനെ മനസ്സിലാക്കുക. അപ്പം പിന്നെ അങ്ങോട്ട് നോക്കാൻ കഴിയൂല. മനസ്സിലാണ്ട് പറഞ്ഞു. ഇതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. തസീറു ജിബാലി. ഇവിടെ ജിബാൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഭാഗങ്ങൾ, എൻ്റെ ഭാഗങ്ങൾ, എൻ്റെ ശരീരത്തെ, എൻ്റെ നഫ്സിൻ്റെ ഭാഗങ്ങൾ. നഫ്സി, എൻ്റെ നഫ്സിൻ്റെ ഭാഗങ്ങൾ എന്നർത്ഥം വെക്കാം. എൻ്റെ ഓരോ താളുകൾ, എൻ്റെ ഓരോ ഭാഗങ്ങൾ, മുറികൾ എന്നർത്ഥം വെക്കാം. ഞാൻ എൻ്റെ ഓരോ അംശങ്ങൾ എന്നർത്ഥം വെക്കാം. എൻ്റെ കോശങ്ങൾ എന്നും അർത്ഥം വെക്കാം. തസീറു ജിബാലി, തസീറു ജബാലി, തസീറു ജിബാലി. എൻ്റെ പർവ്വതങ്ങളായിത്തീരും, ദക്കനായിത്തീരും, പൊടി പൊടിയാവും. ഇലാദാലാഹ, നബി വെളിവായി വന്നാൽ. എന്തുകൊണ്ട് പൊടി പൊടിയാവും? ഹൈബത്തൻ മിൻ ജലാലിഹി, ആ ജലാലിയത്തിൻ്റെ പ്രത്യേകമായ മുഖകാന്തി കാരണം. ഹൈബത്തിനൊരു പെർഫെക്റ്റായ ഒരു മീനിങ് നമുക്ക് മലയാളത്തിൽ പറയാൻ കഴിയില്ല. അതാണ് ഹൈബത്ത്. ഹൈബത്ത് പറഞ്ഞാൽ ഇതൊന്നുമല്ല, വേറൊരു അർത്ഥമാണ് ഇതിന്. ഉൾക്കൊള്ളേണ്ട അർത്ഥം. മലയാളത്തിന് അതിന് വളരെ പെർഫെക്റ്റായൊരു മീനിങ് ഇല്ല. ഹൈബത്ത് ചില മുഖത്തേക്ക് നമുക്ക് നോക്കാൻ കഴിയാത്ത മുഖശ്രീത്തമാണോ? അതല്ല. കേവലമെന്ന ഹൈന്ദവ സഹോദരന്മാർ പറയും, ചിലപ്പോൾ നമ്മളെ നോവലുകളിലൊക്കെ ശ്രീത്വം എന്ന് കാണാം. ആ മുഖശ്രീത്വമല്ല ഇത്. ഹൈബത്ത് മിൻ ജലാലി വേറെ സംഭവം. നോക്കാൻ കഴിയില്ല, കണ്ണുയർത്താൻ കഴിയില്ല. അനസിന് കഴിഞ്ഞിട്ടില്ല റളിയല്ലാഹു അൻഹു. അനസിന് കഴിഞ്ഞിട്ടില്ല. ആരാ അനസ്? മുസ്തഫ നബിൻ്റെ 10 കൊല്ലത്തെ ഖാദിം റളിയല്ലാഹു അൻഹു, സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. എത്ര മക്കളുണ്ടെന്ന് ഓർമ്മയില്ല, എത്ര മുതലുണ്ടെന്ന് ഓർമ്മയില്ല. കുട്ടികളും മുതലും മക്കളും കൊണ്ട് എൻ്റെ അനസിനെ നീ ആദരിക്കണമേ റബ്ബേ എന്ന് ഒരു തവണ ദുആ ചെയ്തിട്ടുണ്ട് മുത്ത് റസൂൽ മുസ്തഫ. ഞാൻ ഈ ലോകാകെ തപ്പിയിട്ട് അനസിൻ്റെ ഖബർ കണ്ടില്ല. ഇപ്പോൾ വിവരം കിട്ടിയിട്ടുണ്ട് അനസിൻ്റെ ഇറാഖിലാണെന്ന് എനിക്കറിയാം, പക്ഷെ എവിടെയെന്നറിയില്ല. പിന്നെ ഞാൻ ഇറാഖിൽ പോണ സമയത്തൊക്കെ പ്രശ്നകാല, കൂടുതൽ അന്വേഷിക്കാൻ കഴിയില്ല. ഒന്ന്, രണ്ടാമത്തെ ഗൈഡുകൾക്കൊരു സ്വഭാവമുണ്ട്. അവർക്ക് നേരത്തെ വളരെ സ്പേസ് കൃത്യമാക്കിയിട്ട് വളരെ ഏത് സ്ഥലം എന്ത് എന്നൊക്കെ കൃത്യമായി വരച്ചു കൊടുത്തടത്തേക്ക് മാത്രമേ വണ്ടി കൊണ്ടുപോകൂ. ഒരു ഇറാഖോലും അങ്ങോട്ട് പോകില്ല. അപ്പോൾ ഇപ്പം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, ഇറാഖിലൊരു സ്ഥലത്തുണ്ട് അനസിൻ്റെ ഖബർ. ഇൻഷാ അല്ലാഹ് റബ്ബ് സഹായിച്ചാൽ 2025 ഞാൻ ഇറാഖിൽ പോകും ഇൻഷാ അല്ലാഹ്. അള്ളാഹു സഹായിച്ചാൽ. എന്തിന്? അനസിനെ കാണാൻ വേണ്ടി റളിയല്ലാഹു. കാരണം അനസാര മുസ്തഫ നബിയുടെ 10 കൊല്ലത്തെ ഖാദിമാണ്. فما قال رسول الله صلى الله عليه وسلم عن فعل عن عمل عملته لما عملته. എന്തിനാണ് ഞാൻ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് ലിമഅമിൽതഹു, എന്തിനാണ് നീ അങ്ങനെ ചെയ്തത് എന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചിട്ടില്ല. ഒരിക്കൽ എൻ്റെ കവളോട് ഇങ്ങനെ തലോടിയിട്ടുണ്ട്. എപ്പോഴും എനിക്ക് എന്ത് ചെയ്യും? മിസ്കു, എൻ്റെ അവളത്തെ കവളിൽ നിന്ന് ചിലപ്പോൾ എന്ത് വരും? കസ്തൂരി വരും. 3 വയസ്സ് എൻ്റെ മരിച്ച് അനസ് റളിയല്ലാഹു അൻഹു. അപ്പോഴും പറയാണ്, എനിക്കിപ്പോഴും ഇവിടെയും കസ്തൂരി പോയിട്ടില്ല. 20ാമത്തെ വയസ്സിൽ മുസ്തഫ നബി വഫാത്തായിട്ടുണ്ട് അനസിൻ്റെ. പിന്നെ 80 ചില്ലാനം കൊല്ലം കഴിഞ്ഞിട്ട് അനസ് മരിക്കണേ. അപ്പോഴും പറയാണ്, എന്ത് ഇവിടെ അത്തർ പുരട്ടേണ്ട ആവശ്യമില്ല, ഇവിടെ 80 കൊല്ലം മുമ്പ് ഒരിക്കൽ റസൂലുള്ളാഹിന്റെ കവളത്തിങ്ങനെ കൈവച്ച വാസന ഇപ്പോഴും കിട്ടും. ഹൈബത്ത് മിൻ ജലാലി ലയിച്ചോയതാ. ഉപ്പ് കറിയിൽ ലയിച്ച പോലെയാണ് സ്വഹാബത്ത് മുസ്തഫ നബി ജയിച്ചത്. ആ കറിയ പിന്നെ ലോകത്തേക്കൊക്കെ ചിന്തിയത്. അതുകൊണ്ടാണ് ലോകത്തുള്ളവരൊക്കെ മുസ്ലിമായിട്ട് ഒരു വാദപ്രയം നടത്തിയിട്ടില്ല, അവർ സ്നേഹസംവാദം നടത്തിയിട്ടില്ല. ഏതെങ്കിലും ഒരു സഹാബി ഒരു രാമായണക്കാരെ വെല്ലുവിളിച്ച ചരിത്രം ഭൂലോകത്ത് കാണിച്ചെന്നാൽ അന്ന് എൻ്റെ വയറിൻ്റെ അവസാനമായിരിക്കും, പിന്നെ വയററിയില്ല. ഏതെങ്കിലും ഒരു സഹാബി രാമായണം വെല്ലുവിളിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യം ഒരിക്കില്ല. ഓരൊക്കെ അതൊക്കെ കയ്യിലുള്ളവരങ്ങോട്ട് വന്ന് എന്തുകൊണ്ട് മനസ്സിലായില്ല? അവർ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ലയിച്ച ഉപ്പും കല്ലാണ്. പിന്നെ ആ ഉപ്പും കല്ല് പിന്നെ ലോകത്ത് ആ കറിൻ്റെ വാസന കിട്ടിയപ്പോൾ ഒക്കെ മുസ്ലിമായി.
അസ്ഹാബി കന്നുജൂമി ഫബിഅയ്യിഹി മുഖ്തദൈതും ഇഹ്തദൈതും. എന്തുകൊണ്ട്? അതാണ് കാരണം. നമ്മളെ വാദപ്രതിവാദം കഴിഞ്ഞിട്ട് ആരും നന്നാവണില്ല. എന്താ കാരണം? നമുക്ക് മുസ്തഫാ നബിയെ കിട്ടിയിട്ടില്ല. വാദപ്രതിവാദം കിട്ടിയിട്ടുണ്ട്, മുസ്തഫാ നബിയെ കിട്ടിയിട്ടില്ല. അതാണ് പറഞ്ഞത്. തസിറു ജിബാലി ഹൈബതം മിൻ ജലാലിഹി ഇദാ ലാഹദക്കൻ ഫൽ തസിൽ മുഗ്റമൻ സുബ്ബാ. ഫൽ തസിൽ, അങ്ങനെ അപ്പോൾ എൻ്റെ നഫ്സ് ആയിത്തീരും, എൻ്റെ ജിബാൽ ആയിത്തീരും. മുഗ്റമൻ സുബ്ബാ, മുഗ്റമൻ പ്രേമാധിരേകത്താൽ ആ പുണ്യ റസൂലിൽ ലയിച്ചു വീണുപോയ കൂട്ടത്തിലായിത്തീരും എൻ്റെ നഫ്സും. അത്ര വലിയ പ്രേമാണ് വന്നു പോവും ഹബീബായ നബിയോട് എനിക്ക്. ഫൽ തസിൽ മുഗ്റമൻ സുബ്ബാ. മുഹറം എന്ന് പറഞ്ഞാൽ ഓർമ്മയിൽ നിന്നാണ്. ഓർമ്മ എന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത പ്രേമത്തിൻ്റെ വീഴ്ച, പ്രേമത്തിന് അങ്ങോട്ട് വീണുക. യലുമൂനനി ജഹ്ലൻ വയഖൻതു അന്ന മൻ തജറഅ മിൻ മഅശാരി മാ ദുഖ്തുഹു സബ്ബാ. യലുമൂനനി, ജനങ്ങൾ എന്നെ ആക്ഷേപിക്കുന്നു, ജഹ്ലൻ, വിഡ്ഢിയാണെന്ന്, ജാഹിലാണ്, വിഡ്ഢിത്തരാണോ നീ പറയണോക്കെ. വൈക്കന്തു, എനിക്കുറപ്പുണ്ട്, അന്നമൻ തജറഅ, ഏതെങ്കിലും ഒരാൾ ഈമ്പി കുടിച്ചാൽ മിൻ മഅശാരി മാ ദുഖ്തുഹു, ഞാൻ രുചിയാസ്വദിച്ചതിന്റെ 10 ഒരാൾ ഈമ്പി കുടിച്ചാൽ സബ്ബാ, കടൽ ഒഴുകി വരും പോലെ പ്രേമം അവനിൽ നിന്ന് ഒഴുകി വരും. യസുബ്ബു സബ്ബൻ മിൻ ഖൽബിഹി മിൻ ജൗഫിഹി. അതാണ് പറഞ്ഞത്. അതായത് ഒരാൾ ഇവരൊക്കെ പറയാ പൊട്ടന്, മോന് പൊട്ടത്തരം പറയാന്നല്ലാതെ മുന്നിനെ ഇവരെല്ലാവരും എന്നെ ആക്ഷേപിക്കുന്നു, ജഹിൽ ആക്ഷേപിക്കുന്നു. ജാഹിൽ, വെറുതെ ആ കൗലഹില ജാഹിൽ കളകളെന്നറിയാണ് എന്നവർ പറയാ. വൈക്കന്തു, എനിക്കുറപ്പാണ്, അന്നമൻ, ഒരാൾ തജറഅ, അവൻ ഈമ്പി കുടിച്ചു, മിൻ മഅശാരി മാ ദുഖ്തുഹു, ഞാൻ അനുഭവിച്ചതിൻ്റെ 10 നിന്ന് ഒരാൾ ഈമ്പി കുടിച്ചാൽ എന്നർത്ഥം. അവൻ്റെ ഉള്ളിൽ നിന്ന് പ്രേമം കേട്ടു. ഞാൻ കുടിച്ചതിൻ്റെ 11 കുടിച്ചാൽ കടൽ പോലെ ഒഴുകും എൻ്റെ കയ്യിൽ നിന്ന് പ്രേമം. അല്ല അന്നനി റാദിൻ ബി അൻ ഖീല ജാഹിലു, അല്ല അന്നനി റാദിൻ, എനിക്കാട്ടെ തൃപ്തിയുമാണ്, ബി അൻ ഖീല ജാഹിലുൻ, എന്നെ ജാഹിലി എന്ന് പറയപ്പെടുന്നത്. പറഞ്ഞോളി, ആർക്കെങ്കിലും ജാഹിൽ എന്ന് ഒരാൾ പറയാൻ പൂതി ഉണ്ടാവും. അതിന് ഞാനായിക്കോട്ടെ. മാന്തളിനെ പറ്റി എല്ലാ മീനുകളും അതിന് മറക്കിരിക്കാൻ തോന്നി ആ മാന്തളിന്റെ പുറത്താണ് പോയിട്ട് മറക്കിരിക്കാന്നാണ് സമുദ്രശാസ്ത്രം. മനസ്സിലായി? മറ്റ് മത്സ്യങ്ങൾക്ക് കാഷ്ടിക്കേണ്ടി വന്നാൽ അത് ആരെ തരും? മാന്തളുള്ള ഏരിയ അവിടെയാണ് മറക്കിരിക്കുക. വലിയ വലിയ മത്സ്യങ്ങൾ മാന്തളിൻ്റെ പുറത്താണ് മറക്കിരിക്കുക, കാഷ്ടിക്കുക എന്നാണ് ഫിഷ്യാനോളജി. എന്നാൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ മേലെ മറക്കിരിക്കണമെങ്കിൽ മരക്ക് നിന്നോളി. അല്ല അന്നനി റാലിൻ, എനിക്ക് തൃപ്തിയുമാണ്, ബിഅൻ ഖീല ജാഹിലുൻ, ഞാൻ ജാഹിലാണെന്ന് പറയപ്പെടുന്നത് എനിക്കിഷ്ടമാണ്. സഫീഹുൻ, വിഡ്ഢിയാണ്, ആയിക്കോട്ടെ, ഞാൻ വിഡ്ഢി തന്നെയാണ്, ആയിക്കോട്ടെ. കാലു, ഇനി അവർ പറഞ്ഞാലും എനിക്ക് തൃപ്തിയാണ്. തബ്ബൻ ലഹു, ഓന് നാശാണ്, തബ്ബൻ, വല്ലാത്ത നാശാണ് എന്നൊക്കെ എന്നെ പറ്റി പറഞ്ഞാലോ അതും എനിക്കിഷ്ടം തന്നെയാണ്. പറഞ്ഞോളി. നിങ്ങൾക്ക് ഒരാളങ്ങനെ വേണ്ടേ? ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചീത്ത അറിയാൻ വേണ്ട ഒരാളെ കിട്ടുക. അതിനൊരാളുണ്ടാവും, അതിന് ആളെ കിട്ടണം. ഇപ്പം നിങ്ങളൊരു DYFIക്കാരനെ ചീത്തരാണെങ്കിൽ ഒരു കുടിയും കൊണ്ടുവരും. നമ്മളെ ആളാണെന്ന് പറയും. നിങ്ങളൊരു KSUക്കാരനെ ചീത്തറിയാണെങ്കിൽ ഒരു കൊടിയും കൊണ്ടുവരും. KSUവിനെ ചീത്തറിയാൻ പാടില്ല, ഞങ്ങളെ നേതാവാണ് എന്ന് പറയും. നിങ്ങൾ കോൺഗ്രസ്സുകാരനെ ചീത്തറി, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനെ ചീത്തറി, നിങ്ങൾ BJP ചീത്തറി, നിങ്ങൾ ജനതാദളിനെ ചീത്തറി, നിങ്ങൾ സംസ്ഥാനക്കാരൻ ചീത്തറി, നിങ്ങൾ സമസ്തക്കാരെ ചീത്തറിയും, നിങ്ങൾ SKSകാരെ ചീത്തറിയും. ആ ചീത്തറിയാൻ പറ്റില്ല. എന്തുകൊണ്ട്? കൊടിയും കൊണ്ടുവരാൻ ആളുണ്ടാവും. നിങ്ങൾ ഇന്നെ ചീത്തറിയും, ആരും കൊടിയും കൊണ്ടുവരില്ല. നിങ്ങളെ ഒരു പൂതിണ്ടല്ലോ, ആരെങ്കിലും നിങ്ങൾക്ക് ചീത്ത പറയണം, അതിന് നിങ്ങൾക്ക് പറ്റിയ ആളാണ് ഞാൻ. ഇത് ഈ പറഞ്ഞൊക്കെ എന്നെ പറ്റി പറഞ്ഞാണ്. ഓൻ പൊട്ടനാണ്.
കഴിഞ്ഞ കൊല്ലം എൻ്റെ ഒരു കുട്ടി ദാറുഹുദയിലേക്ക് സെലക്ഷന് പോയി. അപ്പം ഞാൻ എതിരുമല്ല അനുകൂലമല്ല, കുട്ടികളെ താല്പര്യത്തിന് പൊതുവെ ഞാൻ ദീനിനെതിരായാൽ മാത്രമേ എതിർക്കുള്ളൂ, ഇല്ലെങ്കിൽ എതിർക്കൂല. ഓരോ താല്പര്യം അങ്ങനെയാണ്. ഓരോ ചങ്ങായിമാരൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുടുംബത്തിൽപ്പെട്ട ചില മൂല്യന്മാരും പേരക്കാരോട് വന്ന് പറഞ്ഞു കുട്ടിയും പോയിക്കോട്ടെ, ഉഷാറാണ്, അങ്ങനെയാണ്, ആയിക്കോട്ടെ. ഒരു ദിവസം ഞാൻ വന്നപ്പോൾ അവർ എന്താ പറയുക അപേക്ഷയൊക്കെ വാങ്ങി വെച്ച് നിങ്ങളിവിടെ നിന്ന് ഒപ്പിട്ടാൽ മതി. ആയിക്കോട്ടെ, എനിക്കതിനെതിരില്ല. കാരണം സമസ്തൻ്റെ സ്ഥാപനമല്ലേ, സമസ്തൻ്റെ സ്ഥാപനത്തിലേക്ക് ഒരാൾ പോണേൻ്റെ എന്ത് ഹൈറല്ലേ ഒക്കെ സമസ്തൻ്റെ ആളുകളല്ലേ, അത്രയല്ലേ ഉള്ളൂ. പോയി അങ്ങനെ കുട്ടി സെലക്ഷൻ കുട്ടി കിട്ടിയില്ല, പോന്നു. ഇന്നലെ രാത്രി അത് ദാറുഹുദക്കാർ അറിഞ്ഞോ അറിയാതെയോ അവരുടെ ഓഫീസിൽ നിന്ന് പുറത്തേക്കിട്ടു. ആയിരക്കണക്കായ ആളുകളെ മുന്നിൽ എന്നെ നാറ്റിക്കാൻ. എന്താണ് നാണം മാനം എന്നീ ജാഹിലുകൾക്കറിയില്ല. ഒരു സാധുവായ ഒരു 10-12 വയസ്സായ ഒരു കുട്ടി ഒരു സ്ഥാപനത്തിലേക്ക് സെലക്ഷന് പോയി എന്നതിൻ്റെ പേരിൽ അത് പിന്നെ പുറത്തിട്ടിട്ട് ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഇവരെന്തിനാ തലയെ കെട്ടണം? എനിക്കിവരെ ഓഫീസിലേക്ക് നിങ്ങൾക്കൊക്കെ എത്ര തന്തയാണെന്ന് ചോദിച്ചിട്ട് വിളിക്കാൻ കഴിയും. ഞാൻ അങ്ങനത്തെ തന്തൻ്റെ മകനാ. ഞാൻ വിളിക്കാത്ത എന്നറിയാം. ഞാൻ വിളിച്ചാൽ പിന്നെ അത് മലയാളിക്ക് പിരിയില്ല. പക്ഷെ ഞാൻ ദാറുഹുദയുടെ കമ്മിറ്റിക്കാരോട് പറയാം, നിങ്ങളെ ഓഫീസിൽ നിന്ന് ഇത് വൈകുന്നേരമായി അങ്ങനെ പുറത്താക്കണ ഒരുത്തന് ഇവിടെ നിങ്ങൾ ചോദിച്ചാക്കി നിനക്ക് എത്ര തന്തയടാ. കാരണം ഒറ്റ തന്തക്ക് ജനിച്ചോ പണിയെടുക്കൂല. നിങ്ങളാണോ ദുനിയാവിൽ നന്മ പഠിപ്പിക്കണം? ഞാൻ ആ സ്ഥാപനത്തെ ആക്ഷേപിക്കല്ല. നിങ്ങളെ ക്രൂരത എത്രയാണ്. ഒരെട്ടും പൊട്ടും തിരിയാത്തൊരു സാധുവായ ഒരു 10-12 വയസ്സായ കുട്ടി ഒരു സെലക്ഷന് പങ്കെടുത്തു എന്നതിന് പേരിൽ ആ സെലക്ഷൻ്റെ അതെടുത്തിട്ട് സോഷ്യൽ മീഡിയയിലിട്ടു. ഇന്നലെ ദാറുഹുദയുടെ ഓഫീസിൽ നിന്ന്. എന്തിനത് ഇടണമെന്ന് ചിന്തിക്കണം. ഞാൻ ഇതേ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദാറുഹുദ നമ്മളെ സ്ഥാപനമാണ്, നാശാൻ പാടില്ല. ഒരുത്തൻ അവിടെ യുക്തിവാദിയായി പോയിട്ടുണ്ട് നമ്മളറിവിൽ. ഇതുപോലെ യുക്തിവാദികളെ പ്രസവിക്കാൻ ഒരു മുമ്പ് ആയത് പാടില്ല, ശ്രദ്ധിച്ചാളിന്നാ. അത്രയേ ഉള്ളൂ. അതാണ് പോലെ ദേഷ്യം പഠിപ്പിച്ചത്. ഞാൻ മൊത്തം ദാറുഹുദയുടെ കമ്മിറ്റിക്കാരെ കുറ്റം പറയില്ല. പക്ഷേ നിങ്ങൾ അറിവോടുകൂടിയാണെങ്കിൽ നിങ്ങളെപ്പോലത്തെ അക്രമികളില്ല. നിങ്ങൾ അറിവോടുകൂടിയാണെന്ന് എനിക്ക് വിശ്വാസമില്ല. പക്ഷെ നിങ്ങൾ അറിവോടുകൂടിയല്ലെങ്കിലും ഈ ജാതി ക്രൂരന്മാർ നിങ്ങളെ ഓഫീസിലുണ്ട്. ഇതിനെന്താ ന്യായം പറയാം? ഇതിപ്പോൾ ഞങ്ങളെ പുറത്ത് പറയാം, അതും വിഷമല്ലേ? ഇത് കാരണം ഇപ്പോഴത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികൾക്കും ഇത് കേൾക്കുമല്ലോ. ഒരു സ്ഥാപനത്തിലേക്ക് 10-12 വയസ്സായ കുട്ടി ഒരു സെലക്ഷന് വന്നു. എന്നിട്ട് ആ കുട്ടിയുടെ സെലക്ഷൻ്റെ റിപ്പോർട്ട് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഇന്നലെ 10,000 കണ്ടു. ഈ കുട്ടി നിരപരാധിയല്ലേ? നീ ഇവിടെ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുമല്ലോ. ഇതൊക്കെ പാവപ്പെട്ട മക്കളല്ലേ? ഞങ്ങൾ ആക്ഷേപിച്ചത് കാര്യമല്ല, നിങ്ങളെ ആക്ഷേപിക്കണില്ല. അങ്ങനെ ഒരു വാക്കുണ്ട്. പാറ്റ നീചന്മാരെ ആക്ഷേപിക്കരുത്. തക്കറുമൻ, നിനക്കൊരു മാന്യതയില്ലേ? ആക്ഷേപിച്ച ആശാണ്ട്. ഇത് ഇന്നലെ ദാറുഹുദയുടെ ഓഫീസിൽ നിന്ന് ചെയ്തതാ. എടാ, നിങ്ങളെപ്പോലത്തെ ക്രൂരന്മാരാരടാ ഈ ലോകത്തുള്ളത്. ഞാൻ അതിൽ നിന്ന് ബുദ്ധിയുള്ളവൻ എന്താ മനസ്സിലാക്കണ്ട്? ദാറുഹുദയോട് എനിക്ക് വിരോധമല്ല മനസ്സിലാക്കണ്ടേ? എനിക്ക് വിരോധമുള്ള ഒരു സ്ഥലത്തേക്ക് എൻ്റെ കുട്ടിനെ ഞാൻ സമ്മതിക്കൂ? ഇവിടെ എത്ര സ്ഥലങ്ങളുണ്ട് ഞാൻ സമ്മതിച്ചിട്ടില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് നടത്തുന്ന സ്ഥാപനത്തിലേക്ക് എൻ്റെ കുട്ടി പോകില്ല. എന്തുകൊണ്ട്? ഞാൻ ലീഗുകാരനാണ്. ഞങ്ങളെ മാന്തി തിന്നുന്ന ലീഗല്ല, ഈ സമുദായത്തിൽ നന്മ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ലീഗാണ്. സമസ്തക്ക് വിരുദ്ധമായ സ്ഥാപനത്തിലേക്ക് എൻ്റെ കുട്ടി പോകില്ല. ഞാൻ പറയുന്നില്ല, പറഞ്ഞൊരു കാര്യമല്ല. മനുഷ്യൻ നശിച്ചു പോയി. നന്മ എന്ന് പറഞ്ഞ സാധനം മനുഷ്യൻ്റെ കൽപ്പിലില്ല. അവർ ചിന്തിക്കണില്ല, ഒരു സാധുവായ പിഞ്ചു കുട്ടിയെ നമ്മൾ മാനം കെടുത്താണ്. പറഞ്ഞിട്ട് കാര്യമല്ല, നന്നാവില്ല, നന്നാവാൻ സാധ്യത കുറവാണ്. എന്തുകൊണ്ട്? അസിൽ പൊളിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് പിന്നെ ചോദിക്കുക, അപ്പം ഞാൻ പറയാം പിന്നെ എന്താണ് അസിൽ എന്ന്. അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്താ മനുഷ്യന്മാരോട് പറയും? എനിക്കിതിനോടൊന്നും ഒരു വിരോധമല്ല മനുഷ്യന്മാരെ. നമ്മൾ നശിച്ചു പോകരുത്, നമ്മളെ ഐഡൻറ്റിറ്റി തകരരുത്, നമ്മൾ നശിച്ചു പോകാൻ പാടില്ല. അടുത്ത തലമുറയിൽ ഇവിടെ ദീൻ നിലനിൽക്കണ്ടേ? അള്ളാഹു നിലനിർത്തി തരട്ടെ.
എലോമോനെ ജഹ്ലെ എലോമോനെ ഇവരെന്നെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നു. ജഹ്ലൻ, ജഹ്ല് വന്നവനെന്ന് എന്നെ ആക്ഷേപിക്കുന്നു. وأيقنت أن من تجرع من معشار ما ذقته صبام على أنني راض. എനിക്കാകട്ടെ പൊരുത്തവുമാണ്. ജാഹിലുൻ, ഞാൻ ജാഹിലാണെന്ന് പറയപ്പെടുന്നത്, സഫീഹുൻ, വിഡ്ഢിയാണെന്ന് പറയപ്പെടുന്നതും എനിക്ക് റാദിയ, എനിക്ക് തൃപ്തിയാണ്. അവർ പറഞ്ഞാലും എനിക്ക് തൃപ്തിയാണ്. അതിൻ്റെ താഴെ എഴുതിയിട്ടുള്ളത് കാശ്മീരുടെ മകനെ സെലക്ഷൻ കിട്ടാത്തതിൻ്റെ കലിപ്പാണ് അതിൻ്റെ താഴെ എഴുതിച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ അപ്പുറത്ത് എഴുതിച്ചിട്ടുണ്ട്, ഇന്ന് കഴിഞ്ഞ കൊല്ലം ഇയാളെ കുട്ടിയെയും കൂട്ടി ദാറുൽ ഹുദയിൽ വന്നിരുന്നു എന്ന് എഴുതിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ ഞാൻ അതിൻ്റെ തന്തൻ്റെ പേര് മാറ്റേണ്ടി വരും. വേറെ തന്ത, എൻ്റെ തന്ത നിങ്ങൾ വിചാരിച്ച തന്തയല്ല. എൻ്റെ തന്ത ഒരു ലോകത്തൊരാൾക്ക് തല താഴ്ത്താത്ത ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതിൻ്റെ വാപ്പയാണ്. ലോകത്തൊരു മനുഷ്യന് തല താഴ്ത്താത്തൊരു മനുഷ്യനെ എൻ്റെ ആയുസ്സിൽ ഞാൻ കണ്ടത് എൻ്റെ വാപ്പാനെയാണ്. ഒരുത്തൻ്റെ അല്ലാത്തില്ല. 12 കൊല്ലം സമസ്ത കേരളം എത്ര പ്രഖ്യാപിച്ചു. കുത്തുവാരി ഭാഷയുള്ള മഹല്ലുകളിൽ പങ്കെടുക്കുമ്പോൾ അത് വിദഗ്ധ മുൻകർത്താണ്. സ്വന്തം മഹല്ല് ജുമാക്കോയില്ല. 12 കൊല്ലം സ്വന്തം മഹല്ല് ജുമാക്കോയില്ല. 6 കിലോമീറ്റർ നടന്നിട്ട് ജുമാ നിസ്കരിച്ച് 6 കിലോമീറ്റർ തിരിച്ചിറങ്ങും. ഒരു ദിവസം ജുമാ നിസ്കരിച്ച് ബാപ്പ വരിക, 12 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ബാപ്പ വന്ന് വീട്ടിൽ കയറുന്ന സമയത്ത് ഞാൻ വീട്ടിലുണ്ട്, ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഒരു സംഘം നാട്ടിലെ മഹലിലെ ആളുകൾ വന്നിട്ട് വാപ്പാനോട് പറഞ്ഞു, ഈ നിലക്ക് നിങ്ങൾ മഹലിൻ്റെ പുറത്തേക്ക് ജുമാഅത്ത് പോയാൽ നിങ്ങളെ മരിച്ചാൽ ഇവിടെ ഞങ്ങൾ കുഴിച്ചുകൊള്ളാറും. അപ്പോൾ വാപ്പയുടെ ചിരിച്ച്, എൻ്റെ നിങ്ങൾ ചിരിക്കുന്നു ചോദിച്ചു. അല്ല, ഞാൻ മരിച്ചിട്ട് നിന്നെ കുഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മണക്കുന്നല്ലാതെ എനിക്കെന്താന്ന് ചോദിച്ചു. ഞാൻ പുറത്തേക്ക് ജുമാക്ക് പോകുന്ന കാരണത്താൽ നിങ്ങൾ ആരെങ്കിലും മരിച്ചിട്ട് കുഴിച്ചിടില്ലെങ്കിൽ അടുത്ത ആഴ്ച ജുമാക്ക് വരാറും. കാരണം എനിക്ക് മണക്കുമല്ലോ. പക്ഷെ ഞാൻ പോയില്ല, നിങ്ങൾക്ക് മണത്താൽ എനിക്കെന്താ? അല്ല, ഞങ്ങൾക്ക് നേരെ പോകുന്നേ ഉള്ളൂ പറഞ്ഞു. എനിക്ക് വളഞ്ഞു പോകുന്നേ ഉള്ളൂ പറഞ്ഞു. ഒരിറങ്ങിയിട്ട് പോയി. അപ്പോൾ ആ പറഞ്ഞു, എനിക്ക് പാടച്ചോൻ തന്ന പള്ളറച്ച് ഭൂമിയുണ്ട്, ഞാൻ തെക്ക് വടക്കൊരു കുയ്യുത്താണ്ടി കുട്ടികളോട് പറഞ്ഞുതരാം, എന്നിട്ട് അവിടെ കുഴിച്ചൊന്നാലും സമസ്ത ഇഷ്ടപാടില്ല എന്ന് പറഞ്ഞൊഴിച്ച മഴക്ക് ഞാൻ വരില്ലായിരുന്നു. അത്തന്തൻ്റെ മകനാണ് ഞാൻ. ആ ബാപ്പാക്ക് ഒറ്റ മകനേ ഉള്ളൂ, അതാ ഞാൻ. അൽ വലതു സിറു അബീഹിന്നല്ലേ, എൻ്റെ പിരാണ്ട് അടുത്ത് തീരുന്നു വിചാരിക്കേണ്ട. അതിൻ്റെ ബാപ്പാൻ്റെ രഹസ്യമാണ്. അൽ വലതു സിറു അബീഹി എന്നാ മുസ്തഫ നബി പറഞ്ഞത്. മകൻ എന്നാൽ ബാപ്പാൻ്റെ രഹസ്യ, ഞാൻ എൻ്റെ ബാപ്പാൻ്റെ രഹസ്യ. ഞാൻ ഒരുത്തനും തലാത്തില്ല, തലത്താഴ്ച നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. എന്നെ ഭയപ്പെടാത്ത ഒരു കമ്മിറ്റിയിൽ ഞാൻ ജോലി ചെയ്തിട്ടില്ല. എന്നെ ആണുങ്ങളാണെങ്കിൽ കാണിക്കുക, എന്നെ ഭയപ്പെടാത്തൊരു കമ്മിറ്റിൻ്റെ കീഴിൽ ഞാൻ ജോലി ചെയ്തിട്ടില്ല. ഞാൻ ജോലി ചെയ്ത എല്ലാ കമ്മിറ്റിയും എന്നെ പേടിച്ചിട്ടുണ്ട്, ഇപ്പം പേടിയാണ്. എന്നെ ഭയപ്പെടാത്തൊരു കമ്മിറ്റി ഞാൻ ജോലി ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? ഞാൻ നീതികേട് ചെയ്യൂല, ഒരു നീതികേടിൻ്റെ കൂടി നിൽക്കില്ല. വലിപ്പത്തരം പറയല്ല, അതൊക്കെ ബാപ്പ വഴി കിട്ടണം. എന്നിട്ട് ഞങ്ങളെ മുറ്റത്തേക്ക് എൻ്റെ കുട്ടീനെ ചേർക്കി നിറഞ്ഞു വന്നു എന്ന് നുണ എഴുതി വിടുക. അത് ജനങ്ങൾ കാണുക. പറയണില്ല അതൊന്നും. എന്താ വിഷയം എന്നറിയോ? നമ്മളെ സമുദായം നന്മയെന്നൊക്കെ എത്ര വാക്കുന്നു ഈ പറഞ്ഞിട്ട് കാര്യമല്ല. ഒരു കാര്യം പറയുമ്പോൾ എന്താണ് എന്ന് പോലും ആലോചിക്കണില്ല. ആ സ്ഥാപനത്തെ ആക്ഷേപിക്കരുതെന്ന് പോലും ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്ഥാപനമാണ്. പക്ഷേ ഈ തെറ്റുകൾ തിരുത്തണം. ഒരു കൂലിയല്ല, ഒരുപാട് കൂലിയകൾ അവിടെ ഉണ്ട്. 1ഉം 2ഉം കൂലിയല്ല, 1ഉം 2ഉം 10ഉം 100ഉം കൂലിയല്ല അവിടെ ഉള്ളത്. ഒരു കൂലിയമ്മൽ ഈ പ്രശ്നം തീരൂല്ല. കാരണം കൂലിയക്കല്ല പ്രശ്നം. എവിടെയെന്ന് ഞാൻ പിന്നെ പറയാം, ഇപ്പോൾ പറയാനായിട്ടില്ല, പിന്നെ പറയാം. പിന്നെയും പറയാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണമല്ലോ, പിന്നെ കാത്തിരുന്നോളി. കൂലിയ മാപ്പാറിനോട് പ്രശ്നം കൊണ്ട് തീരൂല്ല. ഒരു കൂലിയും 2 കൂലിയും 10 കൂലിയല്ല അവിടെ ഉള്ളത്. അസറിലേക്ക് പഠിക്കുന്ന കുറേ ആളുകൾ അവിടെ ഉണ്ട്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പക്ഷെ അതൊന്നും നടക്കൂല. അതൊക്കെ വെളിച്ചത്തിട്ടതൊക്കെ നേരെയാക്കന്നെയും അയിമ ഞമ്മക്ക് വലുത്. ഞമ്മക്ക് എന്തിനാ? നമ്മളിവിടെ എന്ത് വെറും കൈയോടെ വന്നാലേ കിട്ടിയൊക്കെ ലാഭമല്ലേ? എനിക്ക് നിങ്ങളെക്കാൾ കിട്ടിയില്ലേ? എനിക്ക് ട്രൗസറുണ്ട്, തുണിയുണ്ട്, നീളം കുപ്പാണ്ട്, അതിൻ്റെ മേലെ ഒരു കോട്ടുമുണ്ട്. അപ്പം നിങ്ങളെക്കാൾ ഞാമത്തുള്ള എനിക്ക് തന്നെ ഇല്ലേ? അത് എനിക്ക് ഞാമത്തിനനുസരിച്ച് എന്ത് ചെയ്യണം? ശുക്ർ ചെയ്യണ്ടേ? അങ്ങനെ കുട്ടികളെ എനിക്കൊരാളെ ആവശ്യമില്ല.
ഈ ലോകത്തൊരാൾ എൻ്റെ റബ്ബിനല്ലാതെ ആവശ്യമില്ല. എനിക്ക് എൻ്റെ റബ്ബ് വേണ്ടത് കോരിച്ചൊരിയ. ഈ ലോകത്തൊരാൾ എനിക്ക് ആവശ്യമില്ല. എൻ്റെ റബ്ബിൻ്റെ ഇഫ്ലാല ഞാമത്ത് ഇങ്ങനെ കോരിച്ചൊരിയ. അങ്ങനത്തെ ഒരാൾക്ക് എന്തിനാവശ്യം? ഒരാളെയും കാര്യം ഞാൻ പിടിക്കില്ല. ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടിയല്ലാതെ ജീവിക്കില്ല. അങ്ങനത്തെ കാലം വരുന്നതിനോട് അള്ളാഹു ഈമാനോടെയാണ് മായിരിപ്പിക്കട്ടെ. അത്രയുള്ള അള്ളാഹു ഇപ്പം തയ്യാറാണ് മരിക്കാൻ. ഇപ്പം ഇന്ന് ഈ സെക്കൻഡിൽ എന്തുകൊണ്ട് ഞാൻ അള്ളാഹ്ക്ക് വേണ്ടിയല്ലാത്ത ഒരു പ്രസംഗം നടത്തിയിട്ടില്ല. അടുത്ത കാലത്തൊന്നും പ്രത്യേകിച്ചും. പിന്നെ ചില അബദ്ധങ്ങളൊക്കെ പഴയ കാലത്ത് പറ്റിയിട്ടുണ്ട്. അത് അന്നത്തെ ശരിയായിരുന്നു എന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. ഇപ്പം പറയുന്നില്ല. അതിലും ഒരു നന്മ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പിന്നെ മുതലെടുപ്പാന്ന് മനസ്സിലായപ്പോൾ ഞാനതൊക്കെ മാറ്റി. അത്രയേ അർത്ഥമുള്ളൂ. അള്ളാഹുവിൻ്റെ ദീനിവിടെ നിലക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല അന്നനി റാദിൻ, ഞാൻ തൃപ്തിപ്പെട്ടവനാണ്. ബി അൻഖില ജാഹിലുൻ എന്ന ജാഹിലാണെന്ന് പറയപ്പെടുന്നത്, സഫീഹുൻ വിഡ്ഢിയാണ് എന്ന് പറയപ്പെടുന്നതും ഞാൻ തൃപ്തിപ്പെടുകയാണ്. ഖാലൂ, ഇനി അവർ പറഞ്ഞാലും എനിക്ക് തൃപ്തിയാണ്. എന്ത് പറഞ്ഞാൽ അവനാണ് നാശം, തബ്ബൻ അവനാണ് നാശം എന്ന് അവർ എന്നെക്കുറിച്ച് പറഞ്ഞാലും ഞാൻ റാദിയാണ്. ഒന്നും എനിക്ക് വിഷയമില്ല. കാരണം ഞാൻ ലയിച്ചു പോയിട്ടുണ്ട്. ആരിൽ? മുസ്തഫ നബിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കി അടുത്ത ക്ലാസ്. റബ്ബന അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. اللهم أمرتنا بدعائك ووعدتنا بإجابتك لقد دعوناك فأجبنا يا الله يا حي يا قيوم اللهم أنت منتهى رجاء الراجين. സൂഫിയുടെ പ്രണയകാവ്യം ക്ലാസ്സിലേക്ക് യൂനിസ് കണ്ണൂർ 5000 രൂപ. അല്ലാഹ് പ്രത്യേകം ദുആ ചെയ്യാൻ അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യണമേ റബ്ബേ. മുസ്തഫ നബിയുടെ റഹ്മത്താണ് ഈ ക്ലാസ്സിന് പ്രമേയം. എന്നും എത്രാമത്തെ ക്ലാസ്സാ? 182 അല്ലേ? അല്ലാഹ് ഈ 182 ക്ലാസ് മുസ്തഫ നബിൻ്റെ മഹത്വമാണ്. ഇത് 1800 ക്ലാസ് കഴിഞ്ഞാൽ മുസ്തഫ നബിൻ്റെ മഹത്വമാണ്. 1300 ചില്ലാനം ബൈത്തുകളാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇതുപോലെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മഹത്വം ലയിച്ച കിതാബുകൾ വേറെ എൻ്റെ കാഴ്ചയിലില്ല. അതാണ് ദൈവാന്. 1900 ജനിക്കുകയും 1975 മരിക്കുകയും ചെയ്ത ലോകം കണ്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രേമത്തിൻ്റെ ദർവേഷും ആ കാലഘട്ടത്തിലെ മാലിക്കി മദ്ഹബിലെ ഏറ്റവും വലിയ പണ്ഡിതനുമായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നിയാസിൽ കൗലഖി. ഈജിപ്തിൽ ചെന്നപ്പോൾ ഈജിപ്ഷ്യരെല്ലാവരും ഒരുമിച്ച് കൂടി. തലേന്ന് അബ്ദുൽ ഹലീം മഹ്മൂദ് സ്വപ്നം കണ്ടു. അസ്ഹറിലെ പള്ളിയിലേക്ക് മുസ്തഫ നബി കയറി വന്ന് സുന്നത്ത് നിസ്കരിച്ച് ഒരു തൂണുമ്മൽ ചാരിയിരിക്കുന്നത് കണ്ടു, സ്വപ്നം കണ്ടു. പിന്നീട് എല്ലാവരും നിർബന്ധിച്ചു അള്ളാഹു റസൂലിനോട് ഖുത്ബോദാൻ പറഞ്ഞു. അങ്ങനെ അള്ളാഹു റസൂൽ ഖുത്ബോദി ജമാഅത്തായി ജുമാഅത്ത് ഇമാമത്ത് നിന്ന് നേതൃത്വം നൽകുന്നത് ഷെയ്ഖുൽ ഹദീസായ ശിഹാബ് തങ്ങളുടെ ഉസ്താദായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹലീം മഹ്മൂദ് ഒരു രാത്രി സ്വപ്നം കണ്ടു. പിറ്റേന്ന് അസ്ഹറിലെ പള്ളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ തലേന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്ത് നിസ്കരിച്ച് ഏത് തൂണിന് മേൽ ചാരിയിരുന്നോ ആ തൂണിലേക്ക് വന്ന് ഇബ്രാഹിം നിയാസിൽ കൗലഖി തങ്ങൾ സുന്നത്ത് നിസ്കരിച്ച് ചാരിയിരുന്നു. അപ്പോൾ കത്തി. അപ്പോൾ എല്ലാവരും കൂടി ഖുത്ബോദം എന്ന് പറഞ്ഞു. ഖുത്ബോദി ജുമാഅക്ക് മാമ നിസ്കരിച്ചു. അങ്ങനെ എല്ലാ പണ്ഡിതന്മാരും കൂടി അവർക്ക് കൊടുത്ത പേരാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്രാഹിം നിയാസിൽ കൗലഖി. അവരെ ദർജറ്റി കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഞാൻ നോമ്പ് കഴിഞ്ഞാൽ അവരെ മഖ്ബറ സിയാറത്ത് ചെയ്യണമെന്ന് എനിക്ക് ഉദ്ദേശമുണ്ട്. അള്ളാഹു സഹായിച്ചാൽ ഇൻഷാ അല്ലാഹ് ആഗ്രഹമുണ്ട്. കൗലഖിൽ പോയി അവരെ കാണാൻ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അതിൻ്റെ വാപ്പയാണ്. എനിക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ എൻ്റെ വാപ്പ മതിയാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവർ അള്ളാഹിൻ്റെ ഹബീബിൽ ലയിച്ചതുപോലെ ഞാൻ അള്ളാഹിൻ്റെ ഹബീബിൽ ലയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. സഫീഹുൻ ജാഹിലെന്നൊക്കെ പറയപ്പെടും. അന്ന് വിഷയമില്ല, അതൊന്നും സാരമില്ല. ആർക്കും ഒരു ആക്ഷേപമില്ല കേട്ടോ. ഇതൊക്കെ പറഞ്ഞു എന്നേ ഉള്ളേ, ഒരാളോട് ആക്ഷേപമില്ല, ഒരിക്കലും ആക്ഷേപമില്ല. അവർക്ക് മനസ്സിലായില്ല എന്നേ ഉള്ളൂ. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത്രയും വലിയ മഹാനാണ് ഇബ്രാഹിം നിയാസിൽ കൗലഖി തങ്ങൾ. അള്ളാഹു ഒരു ദർജയേറ്റി കൊടുക്കട്ടെ. റബ്ബന അള്ളാഹ്. അപ്പോൾ ഈ ക്ലാസ്സിലേക്കാണ് ആ യൂനിസ് കണ്ണൂർ 5000 രൂപ. എല്ലാ പ്രയാസവും നീക്കി മുസ്തഫ റസൂലുള്ളാഹിൻ്റെ ഓർമ്മ അതിലില്ലാത്ത പ്രേമം വഴിഞ്ഞൊഴുകുന്ന ക്ലാസ്സാണ്.
അള്ളാഹു തആല അതിൻ്റെ ബർക്കത്ത് കൊണ്ട് അവൻ്റെ കൊല്ലത്ത് റമളാൻ, യൂനിസിൻ്റെ കൊല്ലത്ത് റമളാൻ അള്ളാഹു സന്തോഷത്തിൻ്റെയും ലൈലത്തുൽ ഖദറിൻ്റെയും വാസിഅത്തായ റഹ്മത്ത് ഒഴുകിക്കിട്ടുന്നതിൻ്റെയും മാസമാക്കി കൊടുക്കട്ടെ. അതിൻ്റെയൊക്കെ ദൈലിൽ അള്ളാഹു നമുക്കും തരട്ടെ. അരക്കിണർ 101 രൂപ നമ്മളെ വലിയ സഹായിച്ച ഒരു സ്ത്രീയാണത്. അവർക്കെല്ലാം റഹ്മത്തും അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. തൊടുപുഴയിൽ നിന്ന് ഒരാൾ 182 രൂപ. ആ ബുദ്ധിമുട്ടുണ്ട്, ആ ബുദ്ധിമുട്ടുള്ള എല്ലാം അള്ളാഹു നീക്കി കൊടുക്കട്ടെ. ഹംസ തൊടുപുഴ 251 രൂപ. എല്ലാം അള്ളാഹു റാഹത്താക്കിയ ഖൈറിൻ്റെയും റഹ്മത്തിൻ്റെയും അള്ളാഹു തആല വാസിഅത്തായ ശീലുകൾ അള്ളാഹു തആല അവർക്കും ഞങ്ങൾക്കൊക്കെ അള്ളാഹു തആല തുറന്നു തരട്ടെ. ഭർത്താവിൻ്റെ നടുവേന സംബന്ധമായ എല്ലാ പ്രയാസങ്ങളും പരിപൂർണമായി ശിഫയാകാൻ സഹോദരി 313 രൂപ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കട്ടെ. പരിപൂർണമായ ശിഫ അള്ളാഹു അവർക്ക് തുറന്നു കൊടുക്കട്ടെ. ഭർത്താവിൻ്റെ ആണ്ടാണ്, നോമ്പ് 27-ന് ദുആ ചെയ്യുന്ന ഒരു പാവപ്പെട്ട സഹോദരി 100 രൂപ. അള്ളാഹു തആല ആ ഭർത്താവിന് പ്രത്യേക മഗ്ഫിറത്ത് കൊടുക്കുകയും ആ ഇണകൾക്ക് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ആ ദായിറത്തുൽ മഹബ്ബയിൽ ഒരുമിച്ച് ചേർന്ന് മരണശേഷം ആനന്ദിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുകയും ആ കൂട്ടത്തിലേക്ക് നമ്മുടെ ഉപ്പാനും ഉമ്മാൻ അള്ളാഹു ചേർത്ത് കൊടുക്കുക. നമ്മളെ അള്ളാഹു അങ്ങനെ ആക്കി തരുകയും ചെയ്യട്ടെ. ഏറെ പാപികളും ഏറെ ദോഷികളുമായ നമുക്ക് അള്ളാഹു തആല പുറത്തു തരട്ടെ. നമ്മുടെ ഏറെ പാപികളാണ്, 100% പാപികളും ദോഷികളാണ്. അതുണ്ടായിട്ടല്ല ചില വിമർശനങ്ങൾ നടത്തും. വേറൊരാൾ വിമർശിക്കാത്തതുകൊണ്ട് വിമർശിക്കുക. വേറൊരാൾ പറയൂല. പറയാനൊരാളിൽ കാണാത്തത് കൊണ്ട് ഞാൻ പറയാൻ കേട്ടോ. നിങ്ങളാരും ഒന്ന് വിചാരിക്കരുത് ഇതൊക്കെ വേറൊരാൾ പറഞ്ഞാൽ പിന്നെ റഹ്മത്തുള്ള മുണ്ടൂല. എനിക്കെതിരെ ആളാകാനല്ല, ആരെങ്കിലും ഒന്ന് പറയണ്ടേ. ഞാൻ ആരെങ്കിലും പറയട്ടെ എന്ന് വിചാരിച്ച് എത്ര കാത്തിരുന്നു, പറഞ്ഞില്ല. പിന്നെ കഴിഞ്ഞ മാസം ആ കുട്ടി എന്ത് ചെയ്തു? ബഹുമാനപ്പെട്ട സമസ്ത നേതാക്കന്മാരെ ആക്ഷേപിച്ചു. വക്കം മൗലവിയെ കുറിച്ചുള്ള ഒരു പ്രഭാഷണത്തിൽ യാഥാസ്ഥിതിക പണ്ഡിതന്മാരാണ് വക്കത്തിനെ എതിർത്തത്, വക്കമാണ് കേരളം കണ്ട പരിഷ്കർത്താവ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പിടിച്ചെക്കാൻ കഴിഞ്ഞില്ല. ആ ചോറുന്തെന്ന് വളർന്നു വന്നവരത് പറയാൻ പാടില്ല. അപ്പം വേദന കൊണ്ട് പറഞ്ഞത്. ആരെങ്കിലും ഒരു സംഘടനക്കാരനാണെന്ന് പറയേണ്ടത്, പറയാത്തത് കൊണ്ട് പറഞ്ഞു പോയതാണ്. ഈ കഴിഞ്ഞ ജനുവരി 9, 10 തീയതികളിൽ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കന്മാരാകുന്ന ഇവിടുത്തെ യാഥാസ്ഥിതിക പണ്ഡിതന്മാരും പണ്ടേ വഹാബികൾ ആക്ഷേപിക്കുന്ന ഒരു പാവപ്പെട്ട ആലിമീങ്ങളാണല്ലോ. അവരാണല്ലോ വക്കത്തിനെ എതിർത്തത്. വക്കമാണ് കേരളം കണ്ട ഏറ്റവും വലിയ പരിഷ്കർത്താവ്. യാഥാസ്ഥിതിക പണ്ഡിതന്മാർ വക്കത്തെ എതിർക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് മഞ്ചേരി അരക്കാരക്കുത്ത് പ്രസംഗത്തിലും ഈ പ്രഭാഷണത്തിലും ഞാനിത് പരാമർശിച്ചത്. അല്ലാതൊന്നുമല്ല. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതേ സമയത്ത് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഞാൻ ക്ഷമിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളിപ്പോൾ ഒടുമുണ്ട് ഉള്ളവരായി നിൽക്കുന്നത് എന്നും ഞാൻ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബനാ തവഫനാ മുസ്ലിമീന വഅൽഹിഖനാ ബിസ്സാലിഹീൻ. ആമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലി വസഹ്ബിഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എനിക്ക് വേണ്ടിയും എൻ്റെ പാവപ്പെട്ട ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയും നിങ്ങൾക്ക് ദുആ ചെയ്യണം. എൻ്റെ പാവപ്പെട്ട ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. എൻ്റെ പാവപ്പെട്ട ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയും മരിച്ചുപോയ എൻ്റെ പാവപ്പെട്ട അമ്മായിമാർക്ക് വേണ്ടിയൊക്കെ നിങ്ങൾക്ക് ദുആ ചെയ്യണമെന്ന് താഴ്മയോടെ അപേക്ഷിച്ച് വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാളെ വേറൊരു വിഷയമായിരിക്കും. ശനിയാഴ്ച സൂഫിയുടെ പ്രണയകാവ്യം മൂത്തടുത്ത് വീട്ടിൽ വെച്ചാണ്. കാരണം അന്ന് അവിടെ ഷിഫ മജ്ലിസ് നടക്കുന്നുണ്ട്. 1 മണി മുതൽ നോമ്പ് തുറക്കുന്നത് വരെ ഷിഫ മജ്ലിസ് ഉണ്ട്. ആ മജ്ലിസിൻ്റെ മുന്നോടിയായി നോമ്പ് ളുഹർ നിസ്കരിച്ചാൽ ഉടനെ സൂഫിയുടെ പ്രണയകാവ്യം ക്ലാസ് നടക്കും. പിന്നെ ചില അമലുകൾ കഴിഞ്ഞ് ദുആ ചെയ്ത് ജമാഅത്തായി നിസ്കരിച്ച് മഗ്രിബ് നിസ്കരിച്ച് നോമ്പ് തുറന്ന് മഗ്രിബ് നിസ്കരിച്ച് പിരിയാം ഇൻഷാ അല്ലാഹ്. വാഖിറു ദഅ്വാന. ശനിയാഴ്ച 15-ാം തീയതി ശനിയാഴ്ച, കഴിഞ്ഞ ആഴ്ച നടക്കേണ്ടതാണ്. 2-ാം ശനിയാഴ്ചയാണ് അത് നടക്കേണ്ടത്. പക്ഷേ കോഴിക്കോട് ക്ലാസ് കാരണം ഈ 15-ാം തീയതി 3-ാം ശനിയിലേക്ക് നീട്ടിയതാണ്. അപ്പോൾ ഈ വരുന്ന ശനിയാഴ്ച 15-ാം തീയതി ഈ വരുന്ന ശനിയാഴ്ചയാണ് മൂത്തയടുത്ത് നടക്കുന്ന ഷിഫ മജ്ലിസ്. ബന്ധപ്പെട്ടവരൊക്കെ നോമ്പാണ്, പ്രത്യേകമായി ദുആ ഇജാബത്തുള്ള സമയമാണ്, സന്ദർഭമാണ്. എല്ലാവരും വരണമെന്നും അപേക്ഷിക്കുന്നു. ദാറുൽ ഖുർആനിലെ എൻ്റെ മുകളിലേക്ക് എടുക്കുന്ന ഒരു സ്ക്വയർ ഫീറ്റിന് 850 രൂപയാണ്. കഴിയുന്നത്ര ആളുകളൊക്കെ ഇതിൽ സഹകരിക്കണമെന്നും അപേക്ഷിക്കുന്നു. വാഖിറു